8 o'clock ആയിട്ടുണ്ട്. ആളുകളെല്ലാം ജോയിൻ ചെയ്ത് തുടങ്ങുന്നു. ഒരു 2 minutes ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മുസിൻ ഒരു റിമൈൻഡർ ഓക്കെ റിമൈൻഡർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 5, 6, 7. ടോട്ടൽ 40+ പാർട്ടിസിപ്പൻസ് നമ്മുടെ ഗ്രൂപ്പിലാണ്. 15 അടുത്തുണ്ട്. സോ എക്സ്പെക്ടിങ് അറൗണ്ട് ഒരു 30 ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും വിചാരിക്കുന്നു. ആളുകൾ ജോയിൻ ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ 2 minutes. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടാണ്ട് ഇന്ററാക്ഷനും വേണം, അതുപോലെ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സെഷൻ. ലൈക്ക് എന്റെ കൂടെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ചെയ്യാന്നുള്ള ഒബ്ജക്റ്റീവാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ വർക്ക്ഷോപ്പിന്റെ പേര് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് 2025 ബിസിനസ് പ്ലാൻ വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലാണ്. 2025 2 ദിവസം കൊണ്ട്, ഇന്നും നാളെയും കഴിഞ്ഞാൽ വി ആർ മൂവിങ് ഓൺ ടു 2025, അടുത്ത വർഷത്തേക്ക് നീങ്ങാണ്. സോ ആ ഒരു ഫുൾ ഇയറിലേക്ക് നിങ്ങളെ ബിസിനസ് എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ കംപ്ലീറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ബിസിനസ് ആയതുകൊണ്ട് നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ അറിയാം. ഞാൻ അതിന്റെ ഒരു ഗൈഡൻസ് തരാം നിങ്ങൾക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള. ബട്ട് അത് ചെയ്യേണ്ടത് നിങ്ങളാണ് ആ ബിസിനസിന്റെ ലീഡർ, നിങ്ങളാണ് അതിന്റെ ഫൗണ്ടർ, മാനേജർ, എന്തും ആവാം. നിങ്ങൾക്കാണ് ആ ബിസിനസ് ഏറ്റവും നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾക്കാണ് അറിയാം. ബട്ട് അത് ചെയ്യാനുള്ള കൃത്യമായ ഗൈഡൻസും കൃത്യമായിട്ടുള്ള മെത്തേഡും സ്റ്റെപ്പുകളുമാണ് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ ആക്ച്വലി ഈ ഒരു വെബിനാർ ഏകദേശം 1 month മുമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആൻഡ് ഒരു 3 weeks മുമ്പ് അനൗൺസ് ചെയ്തു. നിങ്ങൾ പലരും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് പല സന്ദർഭങ്ങളിലായിട്ടായിരിക്കും. ആൻഡ് ആ ഒരു ടൈമിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ പ്ലാൻ, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്ലാനിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു. അതായത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, സോറി ടു ഇന്ററപ്റ്റ്, അൺമ്യൂട്ട് ചെയ്യാൻ പറയണ്ടേ മറ്റുള്ളവരോട്, കാരണം ചെറിയ നോയ്സിന്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, യെസ്. മുസിൻ, ഞാനൊരു കാര്യം ചെയ്യാം. ഓൾറെഡി കമറു കോഹോസ്റ്റ് ആണ്. മുസിനെ ഞാൻ കോഹോസ്റ്റ് ആക്കുന്നുണ്ട്. മുസിന് മറ്റുള്ളവരെ മ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നുണ്ടാവും. ബാക്കിയുള്ള ഏതെങ്കിലും പാർട്ടിസിപ്പൻസ് ആവശ്യമില്ലാതെ ഒച്ചപ്പാടുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സോ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഒരു പ്രാക്ടിക്കലി നിങ്ങളെ ബിസിനസ്സിനെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. റീസെന്റ് ജോയിൻ ചെയ്തവർക്ക് ചിലപ്പോൾ മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു A4 ഷീറ്റോ 1-2 A4 ഷീറ്റോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ കയ്യിലൊന്ന് കരുതുക. ജസ്റ്റ് എഴുതി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എഴുതിയെടുക്കുന്ന തിയറി സംഭവങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള പ്ലാൻ കൃത്യമായിട്ട് പേപ്പറിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആരുടെടുത്തെങ്കിലും വല്ല ലാപ്ടോപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും മതി. പക്ഷെ പ്രിഫറബിളി ഒരു പേപ്പർ, A4 ഷീറ്റ്സ് അല്ലെങ്കിൽ നോട്ട്ബുക്ക് ആയാലും കുഴപ്പമില്ല. ആൻഡ് എഴുതാൻ ഒരു പെൻ ഓർ പെൻസിൽ, ഈ ഒരു സംഭവം നിങ്ങളെ കയ്യിൽ കരുതുക. ഓൾറെഡി ഇല്ലാത്തവർ ഒന്ന് പോയിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്യുക. ആരുടെടുത്തും ഉണ്ടാവും, റഫ് ആയിട്ടുള്ളത് മതി. സോ അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാവുന്നതാണ്. ആരും ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കരുത്. ജസ്റ്റ് ഇത് കേട്ടുകൊണ്ട് പോവാ എന്ന്. ചോദിച്ചോളൂ. ഞാനേ ഒരു ട്രാവലിലാണ്, ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത് എങ്ങനെ ഈ ക്ലാസ് ഞാൻ എന്തായാലും കേൾക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിന്റെ റെക്കോർഡ് വെർഷൻ എന്തെങ്കിലും കിട്ടാൻ വകുപ്പുണ്ടോ? ഉണ്ട്. ഇത് റെക്കോർഡ് വേർഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഗ്രൂപ്പിൽ സെഷൻ കഴിഞ്ഞ ശേഷം നാളെ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ചെയ്യുന്നവര്, ഇപ്പോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇടയ്ക്ക് കട്ടായി പോകുന്നവരൊക്കെ നാളെ റെക്കോർഡുകൾ കണ്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ത്രൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. വിൽ സ്റ്റാർട്ട്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം അബൌട്ട് ലീഡ് വൈസ് പാർട്ട്നേഴ്സ്. ഈ ഇവന്റ് അല്ലെങ്കിൽ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന ലീഡ് വൈസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്, ഒരു ബിസിനസ് കൺസൾട്ടിംഗ് ഫോം. അതിലൊരു ഫൗണ്ടിങ് മെമ്പർ ആണ് ഞാൻ. ആൻഡ് നമ്മള്
പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്ന 2 സർവീസിലാണ്. ഒന്ന് മാർക്കറ്റ് റിസർച്ചും, 2 സ്ട്രാറ്റജിക് പ്ലാനിങ് അസിസ്റ്റൻസും. അതായത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഡാറ്റ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എന്താ വേണ്ടത്, എവിടെയാണ് മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് ഉള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസസിനോ, അത്തരം ഡീറ്റെയിൽസ് എല്ലാം മാർക്കറ്റിൽ നിന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരുന്ന ഒരു സർവീസ്. അതുപോലെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡാറ്റ മാർക്കറ്റിൽ നിന്ന് കിട്ടിയാൽ അതിനനുസരിച്ച് എങ്ങനെ പ്ലാൻ ചെയ്യാം നിങ്ങൾ ബിസിനസ്. ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലും അതാണ്, ബിസിനസിന്റെ പ്ലാനിങ്. അതിന് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ അസിസ്റ്റൻസും നമ്മൾ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് അത് നമ്മുടെ കോർ ഓഫറിങ്സ് ആണ്. നമ്മൾ പാർട്ട്നേഴ്സ് ത്രൂ, നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ചില ഫേമുകൾ ത്രൂ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, HR റിക്രൂട്ട്മെന്റ് സർവീസ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ ബിസിനസ്സിന് ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങും ഡോക്യുമെന്റേഷനും പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ തരുന്നുണ്ട്. സോ ദീസ് ആർ അവർ സർവീസസ്. ലീഡ് വൈസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഫേമിന്റെ സർവീസസ് ആണ്. ആൻഡ് എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ ഞാൻ ലീഡ് വൈസ് പാർട്ട്നേഴ്സിലെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. എന്റെ ക്വാളിഫിക്കേഷൻ, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ACC എന്ന് പറയും, ഒരു ഗ്ലോബൽ ചാർട്ടേഡ് അക്കൗണ്ടിങ് കോഴ്സ് ആണ്. 2018 ഞാൻ ക്വാളിഫൈ ചെയ്തതാണ്. ആൻഡ് ലാസ്റ്റ് ഒരു 5 years ആയിട്ട് കൺസൾട്ടിങ് മേഖലയിലുണ്ട്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജി കൺസൾട്ടിങ്, മാർക്കറ്റ് റിസർച്ച്, ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടിങ്, ഇത്രയും ഏരിയയിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇന്നത്തേക്ക് നമ്മുടെ അജണ്ടകൾ ഈ ഒരു 1 hour സെഷനുള്ളിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ബിസിനസിന്റെ പേർപ്പസ് എന്താണ്. നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല, നമുക്കൊരു ഡയറക്ഷൻ ഇല്ലെങ്കിൽ എല്ലാം പോയി. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എഫേർട്ടും കാര്യങ്ങളെല്ലാം ഒരു 4 വഴിക്കായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മളും നമ്മുടെ ബിസിനസ്സിലെ ഓരോ എലമെന്റ്സും ഒരു കൃത്യമായിട്ടുള്ള ഡയറക്ഷനിൽ വേണം മൂവ് ചെയ്യാൻ. എന്നിട്ട് എന്ത് പ്ലാൻ ഉണ്ടായിട്ടും കാര്യമുള്ളൂ. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ പേർപ്പസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ മിഷൻ, വിഷൻ, പേർപ്പസ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഇവിടെ ഞാൻ ഒറ്റ ടേം ഉപയോഗിക്കുന്നുള്ളൂ, ഉദ്ദേശം. നമ്മുടെ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശം അതെന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് കാര്യമുള്ളൂ. രണ്ടാമത്തത് ഒരു ഗോൾ സെറ്റിംഗ് ഫ്രെയിംവർക്ക്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഫുൾ ബിസിനസ്സിനെ ഒരു മണിക്കൂർ കൊണ്ട് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു ഇയറിലേക്ക് ഒരു അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടാവും. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇതിൽ തരാൻ പോകുന്നത് ഈ ഒരു വെബിനാറിലൂടെ. മൂന്നാമത്തത്, ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഭാഗത്തെങ്കിലും എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം. ഇപ്പോ ബിസിനസ്സിൽ തന്നെ മാർക്കറ്റിംഗ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും, HR ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾക്ക് ഓരോരോ ലക്ഷ്യങ്ങളുണ്ടാവും, അതൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പൊ അതിലെല്ലാം കവർ ചെയ്യൽ പോസിബിൾ അല്ല. അപ്പൊ ഒരു ചെറിയ സെക്ഷൻ എടുത്തുകൊണ്ട് അതിനെ എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് ചെയ്യാം. എന്റെ ഒപ്പം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം ആ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട്. പിന്നെ അതെങ്ങനെ നിങ്ങൾ ചെയ്തു, അത് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, നിങ്ങളെ എംപ്ലോയീസ് മനസ്സിലാക്കണം. അതുപോലെ നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത് കൂടാണ്ട് തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഫോളോ ത്രൂ ചെയ്യാം. അപ്പോൾ 1 year ഫുള്ള് നമ്മൾ പ്ലാൻ ചെയ്തു, ദാറ്റ്സ് ഇൻ ടു ദ ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ്. പക്ഷെ പിന്നീട് അത് എങ്ങനെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാം, അത് ഇല്ലാണ്ട് നമ്മൾ ആ പ്ലാൻ നടക്കില്ല. കൃത്യമായിട്ട് ഫോളോ ത്രൂ എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ചോദിച്ച ആ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ബിസിനസ്? ഈ ഒരു പർട്ടിക്കുലർ വെബിനാറിലെ ഈ ഒരു സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാം, സ്ക്രീൻ ഷെയർ എല്ലാവർക്കും കാണുന്നില്ല. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ബിസിനസ് എന്നുള്ളതന്നെയല്ലേ സ്ക്രീനിൽ എല്ലാവർക്കും കാണുന്നു. മുസിൻ അല്ലേ? ഞാൻ ഒന്ന് ചെക്ക് ഇൻ ചെയ്യാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ബിസിനസ് എന്നുള്ള സംഭവം തന്നെയല്ലേ? ഓക്കെ, ഞാനൊന്ന് ഉറപ്പുവരുത്തിയതാണ്. അപ്പൊ എല്ലാവരും ഒരേ സ്ക്രീൻ തന്നെയല്ലേ കാണുന്നതെന്ന് ഉറപ്പുവരുത്തിയതാണ്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ബിസിനസ് നിങ്ങളോടുള്ള ചോദ്യമാണ്. നിങ്ങളെ ബിസിനസ് എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ അത് ചോദിച്ചപ്പോ കുറച്ച് പേരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കമന്റ് ചെയ്തിരുന്നു അവരുടെ ബിസിനസിന്റെ പർപ്പസ്. ചിലർ ഓൾറെഡി ഇത് ചിന്തിച്ചിട്ടുണ്ടാവും, ചിലർക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും. പല ബിസിനസ്സുകളെ കുറിച്ച് അവർക്ക് ഒരു പർപ്പസ് ഉണ്ട്, മിഷൻ ഉണ്ട്, വിഷൻ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സ്വന്തം ബിസിനസിനെ കുറിച്ചുള്ള ഒരു പർപ്പസ് കൃത്യമായിട്ട് ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെ
ഒരു ഡയറക്ഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എഫേർട്സ് ഒക്കെ വേറെ വേറെ ഭാഗത്തേക്ക് ചിന്ന പോകും. അതിന് പകരം കൃത്യമായിട്ടുള്ള ഒരു പേർപ്പസോടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേർപ്പസ് ഇല്ലാതെയാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോ നമ്മൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പേർപ്പസ് നിങ്ങളൊന്ന് ആലോചിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ പോകും. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രം ഒരു പേർപ്പസ് ഓഫ് യുവർ ബിസിനസ് ആക്ച്വലി നല്ല രീതിയിൽ ചിന്തിച്ച് വേണം ചെയ്യാൻ. പക്ഷെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് അത് പിന്നീട് നിങ്ങൾക്ക് റിഫൈൻ ചെയ്യാം. നമുക്ക് ഇവിടെ വെച്ചൊന്ന് ചെയ്യാം. ഗ്രൂപ്പിൽ ഇട്ടവര് കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് ഞാൻ കുറച്ച് സമയം തരാം. അതിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പേർപ്പസ് സ്റ്റേറ്റ്മെന്റ്, അതായത് നിങ്ങളുടെ ബിസിനസ് എന്തിനാണ് നിലകൊള്ളുന്നത് എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇനി ഈ പേർപ്പസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ചിന്തിക്കണം, അല്ലെങ്കിൽ ബെസ്റ്റ് നമ്പർ 1 ഇൻ ദ വേൾഡ് എന്നൊക്കെയുള്ള രീതിയിൽ ആക്കണം എന്നൊക്കെ മനസ്സിൽ വരാറുണ്ട്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ചില ബിസിനസ്സുകൾ വേൾഡിലെ നമ്പർ 1 ആവാൻ വേണ്ടിയിട്ട് ആവില്ല എക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ചില ബിസിനസ്സുകൾ ഒരു ടൗണിൽ മാത്രമായിരിക്കും ഒതുങ്ങി കൂടുന്നുണ്ടാവും. അവര് അത്രേ ലക്ഷ്യം വെക്കുന്നുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഓക്കെ, അത് ഫൈൻ ആണ്. ചില ബിസിനസ്സുകൾ ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾ ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, നിലനിൽക്കുന്നുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. നമ്മുടെ കംപ്ലീറ്റ് ഇന്ത്യയിലുള്ള എല്ലാ ബിസിനസ്സുകളും എടുത്തു കഴിഞ്ഞാൽ ഒരു 90% മേലെ SMEs ആണ്, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഈ ബിസിനസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിലേക്കും ലിമിറ്റഡ് നമ്പർ ഓഫ് ജോഗ്രഫിക്കൽ ഏരിയയിലും മാത്രം ഒതുങ്ങിക്കൂടുന്ന ബിസിനസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെബിനാറിൽ ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനത്തെ ബിസിനസ്സുകളായിരിക്കും. ഒരു ലൊക്കാലിറ്റിയിൽ ഒതുങ്ങിക്കൂടുന്ന, അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണേണ്ട എന്നല്ല, പക്ഷെ ഓരോ ബിസിനസ്സുകളും ഓരോ രീതിയിലായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു ലോക്കൽ ബിസിനസ്സിന് അനുയോജിച്ച രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയൊരു ബിസിനസ്സിന് പറ്റുന്ന ഒരു പേർപ്പസ് സ്റ്റേറ്റ്മെന്റ് എന്താന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫിക്ടീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കുമുള്ള ബിസിനസ്സുകളല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ABC ബേക്കറി, എന്റെ വീട് വരുന്നത് വേങ്ങരയാണ്. സോ അവിടെ ഉള്ള ഒരു ബേക്കറി എന്നുള്ള നിലക്ക് ABC ബേക്കറി എന്തായിരിക്കും അവരുടെ പേർപ്പസ് ആയിട്ട് എടുക്കുക? ഒരു എക്സാമ്പിൾ ആണ്, to serve the people of Vengara with the best the best baked cookies and snacks they have ever tasted without harmful chemicals and additives. ഈ ബേക്കറിയുടെ പേർപ്പസ് വളരെ സിമ്പിൾ ആണ്. അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ വേങ്ങരയിലുള്ള ആളുകൾക്ക് അവർ ടേസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കുക്കീസ്, ബിസ്ക്കറ്റ് പോലത്തെ ബേക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ സ്നാക്കുകളും കൊടുക്കണം. ആൻഡ് അതിൽ കെമിക്കൽസ് ഒന്നും പാടില്ല. അതുപോലെ അഡിക്റ്റീവ്സ്, മറ്റു ടേസ്റ്റ് കൂട്ടാനുള്ള അജിനോമോട്ടോ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള സംഭവമൊന്നും പാടില്ല. അപ്പൊ അവർ കൃത്യമായിട്ടുള്ള ഒരു പേർപ്പസ് വെച്ചിട്ടുണ്ട്. അതൊരു ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡ് ആവണമെന്നോ അല്ലെങ്കിൽ ഇത്ര 500 crores ടേൺ ഓവർ വേണം, അതൊന്നുമല്ല. വളരെ സിമ്പിൾ ആണ്. പക്ഷെ അത് അവരെ കൃത്യമായി ഗൈഡ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ആ ബിസിനസ് എന്തിനാണ് നിലകൊള്ളുന്നത് മനസ്സിലാക്കും. ഏറ്റവും ക്വാളിറ്റിയിലും അതുപോലെ ടേസ്റ്റിലും ഏറ്റവും നിലവാരം പുലർത്തണം എന്ന് അതിൽ പറയുന്നുണ്ട്. അതുപോലെ അവരൊരിക്കലും ഹാംഫുൾ കെമിക്കൽസും കാര്യങ്ങളും ഉപയോഗിക്കില്ല എന്ന് പറയുന്നു. ഈ സംഭവങ്ങൾ തന്നെ മതി ആ ബിസിനസ്സിന് ഒരു കൃത്യമായ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി. അപ്പൊ അത് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പേർപ്പസ് സ്റ്റേറ്റ്മെന്റ് ആവണമെന്നില്ല. ഓക്കെ, രണ്ടാമത്തെ XYZ ടൈൽസ്, ഇവരുടെ ഒരു പേർപ്പസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മേക്ക് ഓൾ ടൈപ്സ് ഓഫ് ടൈൽസ് അവൈലബിൾ ഇൻ ബാംഗ്ലൂർ റൈറ്റ് ഹിയർ ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട്. ഇവരൊരു ടൈൽസ് വിൽക്കുന്ന കമ്പനിയാണ്. ഇവര് പാലക്കാട് ഡിസ്ട്രിക്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത്, അത് അതിലുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പെർട്ടിക്കുലർ നേച്ചറാണ്. വീട് പണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ചീപ്പിന് അല്ലെങ്കിൽ കൂടുതൽ വെറൈറ്റീസോ അല്ലെങ്കിൽ നല്ല പ്രൈസിന് കിട്ടണം എന്നുള്ള രീതിയിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യും. അപ്പൊ ഈ ബിസിനസ് നിലകൊള്ളുന്ന തന്നെ ബാംഗ്ലൂർ പോകണ്ട നിങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് നമ്മൾ എത്തിച്ചു തരും. അത് പാലക്കാട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ അവരുടെ കസ്റ്റമേഴ്സിന് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പേർപ്പസ്. അത് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അതിൽ അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നില്ല. അതിൽ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ക്വാളിറ്റിയിൽ കൊടുക്കുക. PQR ജ്യൂസ് മാനുഫാക്ചറിംഗ്, ഇവർ ഒന്നും കൂടി വേഗമാണ്. ഇവരുടെ പേർപ്പസ് സ്റ്റേറ്റ്മെന്റ് ഹൈഡ്രേറ്റ് ദ യൂത്ത് ഓഫ് കേരള നാച്ചുറലി. ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുക. ഞാനത് പോസ് ചെയ്ത് പറഞ്ഞ തന്നെ ഇങ്ങനെ ഇടങ്ങാറൊക്കെ വെള്ളം കുടിപ്പിക്കുക, ആ സംഭവമല്ല. വെള്ളം ഉള്ളിലേക്ക് കുടിപ്പിക്കുക ആൻഡ് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുക, എപ്പോഴും ശരീരത്തിൽ വെള്ളമുള്ള രീതിയിൽ നിൽക്കുക. ആ കേരളത്തിലെ യൂത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അത് നാച്ചുറലി എന്ത് ചെയ്യണം, അത്തരത്തിൽ ചെയ്യണം. അപ്പൊ ജ്യൂസ് പോലത്തെ കാര്യങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി വിൽക്കുക. കേരളത്തിലെ ഇവർക്കാണ് അത് നാച്ചുറലി തന്നെ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു
പേർപ്പസ് ആയിട്ട് തന്നെ അവർ കരുതുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ, മേ ബി ഒരു സംസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ടൗണിൽ ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന ബിസിനസ്സുകൾക്ക് വേണ്ട പേർപ്പസ് ആണ്. അപ്പൊ ലോകോത്തര ബിസിനസ്സുകളുടെ പേർപ്പസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പൊ അത് മാത്രം ആവണമെന്നില്ല, നിങ്ങളുടെ പേർപ്പസ് അത്ര ഗ്രാൻഡ് ആവണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ പേർപ്പസ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇത്തരത്തിൽ ഒരു എക്സസൈസ് തരാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ വെബിനാറിൽ നമ്മൾ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഒരു എക്സസൈസ് തരാണ് നിങ്ങൾക്ക്. ഒരു 5 minutes, ഒരു 3 to 5 minutes എടുക്കുക. നിങ്ങളുടെ ബിസിനസിന്റെ പേർപ്പസ് എന്താണെന്നുള്ള ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, നോ പ്രോബ്ലം. ഇനി ആർക്കെങ്കിലും വോയിസ് ആയിട്ട് പറയണേ അങ്ങനെ ചെയ്യാം. അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. സപ്പോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് അത് ചിന്തിക്കുന്നതെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ഡയറക്ഷൻ തരുന്ന ഒരു സെന്റൻസ്. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈക്ക് എല്ലാവരും ചെയ്യണം, ചാറ്റ് ബോക്സിൽ ഇടാം. സോ യാ, ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു 3 to 5 minutes ടൈം ഉണ്ട്. അത്രയും സമയം തരുന്നത് തന്നെ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ഗൈഡ് പോലെ നമ്മളെ ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് ഒരു ഡയറക്ഷൻ വേണമല്ലോ. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ പറയുന്ന ഈ പിക്ക് യുവർ ജ്യൂസ് മാനുഫാക്ചറിങ്, ഇവർക്ക് സെയിൽസ് കൂട്ടണം എന്നുള്ളൊരു ഗോൾ ഉണ്ട്. സെയിൽസ് കൂട്ടണമെങ്കിൽ വില കുറച്ചാൽ മതി. വില കുറക്കണമെങ്കിൽ ഒന്നും കൂടി നാച്ചുറൽ അല്ലാത്ത പ്രൊഡക്ട്സ്, അതായത് മേ ബി എസെൻസും കാര്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് അവർക്ക് അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഗോൾ അവർ പെർസ്യൂ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഗൈഡ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകില്ല. അതുപോലെയാണ് ഈ പേർപ്പസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് നിലകൊള്ളുന്നത് അതിനപ്പുറത്തേക്ക് നമ്മുടെ ഗോൾസും അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസും പോവാതിരിക്കുന്നത് വളരെയധികം നമുക്ക് സഹായിക്കും. അപ്പൊ കുറച്ച് ചാറ്റ് ബോക്സ് വന്നിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഫൈൻഡ് മൈ ഹോം മെയ്ഡ്, ഇത് ഓൾറെഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു, എന്നാലും ഞാൻ ജസ്റ്റ് വായിക്കാം. To empower individuals and families by providing reliable and timely access to high quality domestic health services, enhancing their well-being and simplifying their lives. Very good. So ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാം, ഇൻഡിവിജ്വൽസിനെയും ഫാമിലീസിനെയും അവർക്ക് കൃത്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് കൊടുത്തുകൊണ്ട് അവരുടെ ഓവറോൾ ലിവിങ് സ്റ്റാൻഡേർഡും അതുപോലെ വെൽബീയിങ്ങും ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സർവീസിലൂടെ അവരുടെ മൊത്തത്തിലുള്ള ലിവിങ്ങിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ കമ്പനിയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി. സോ ആ ഒരു സംഭവത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗോളും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. ടെൻസ് ആൻഡ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ടു ബ്രിങ് ന്യൂ ഏജ് റൂഫിംഗ് പ്രൊഡക്ട്സ് ഇൻ അവർ കേരള മാർക്കറ്റ്. ഗ്രേറ്റ്. അപ്പൊ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ന്യൂ ഏജ് എന്ന് പറയുമ്പോൾ അതാണ്, ഏറ്റവും പുതുപുത്തൻ ട്രെൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റൂഫിംഗ് പ്രോഡക്ട്സ് ആണ്. സോ മേ ബി ടെക്നോളജി വൈസ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള, കൂടുതൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള, കൂടുതൽ ലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, കൂടുതൽ ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഇതെല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അവരുടെ മാർക്കറ്റ്, കേരള മാർക്കറ്റ്. വെരി ഗുഡ്. അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും, എവറി കോർണർ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു നേഷനാണ്. അവിടുത്തെ ഓരോ മുക്കും മൂലയിലും ബേസിക് എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ബിസിനസിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു പെർട്ടിക്കുലർ ബിസിനസ്, ഇതിലുള്ള ഒരാളുടെ ബിസിനസിന്റെ പേർപ്പസ്. ഐസ്റ്റോൺ, എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രി ഫോർ എ സേഫർ എൻവയൺമെന്റ്. സോ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുന്നു. സോറി, എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി. സോ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സർവീസസ് ആൻഡ് അൾട്ടിമേറ്റ്ലി അതൊരു സേഫർ എൻവയൺമെന്റ്, മൊത്തത്തിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള സേഫർ എൻവയൺമെന്റ് തരികയും ചെയ്യുന്നു. വിങ്സ് എഡ്യു ഗ്രൂപ്പ് തമിഴ്നാട് ആണ്, നേരത്തെ പറഞ്ഞ ബേസിക് എഡ്യൂക്കേഷൻ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ള പർപ്പസ് സെറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്. സോ എനിവൺ എൽസ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പോസ്റ്റ് യുവർ പർപ്പസ്. നിങ്ങളെ ബിസിനസ് എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? To empower individuals and organizations to reach their full potential, that they can achieve the success that's meaningful to them. So, this organizations, individuals, full potential
എത്തിക്കാൻ വേണ്ടിയിട്ട് എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ പേര് ഇട്ടിട്ടില്ല. വിനീത് വിന്യ, ഐ നോ. സോ ഹീസ് എ സക്സസ് കോച്ച്. സോ പുള്ളിയുടെ ഓർഗനൈസേഷന്റെ ഒരു വിഷനാണ്, അല്ലെങ്കിൽ പേർപ്പസ് അതാണ്. നൈസ്. എനി അതർ ബിസിനസ്സസ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. ഒരുപാട് ബിസിനസ് ഓണേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. പ്ലീസ് കമന്റ് നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി പെർഫെക്റ്റ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചിന്തിച്ച് തുടങ്ങാം. ആൻഡ് പിന്നീട് അത് റിഫൈൻ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദിസ് ഇസ് മോർ ലൈക്ക് എ പേഴ്സണൽ പേർപ്പസ് യെറ്റ് ടു ഫൈനലൈസ് ഓർഗനൈസേഷൻ ദാറ്റ് വി ആർ ന്യൂലി കൺസൾട്ടിംഗ്. ഗ്രേറ്റ്. The vision statement: Smart Student Club to empower students to find their unique talents and grow into socially responsible, value-driven professionals and entrepreneurs. Nice. സ്റ്റുഡൻസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് അത് സ്പെസിഫിക് ആയിട്ട് അവരെ ബെസ്റ്റ് ടാലൻസ് ആയിട്ട് കൊണ്ടുവരണം എന്നെല്ലാം പേർപ്പസ് വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. So anyone else? Yeah, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ളവരും കമന്റ്സ് വായിക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ സമയത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവര്, സമയക്കുറവ് കാരണം മൂവിങ് ഫോർവേഡ്, നിങ്ങളുടെ ഈ ഒരു പേർപ്പസ് നിങ്ങൾ എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി വർക്ക്, ബ്രൈറ്റർ പ്രൈസ്. ഗ്രേറ്റ്. സോ അതായിരിക്കും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഈ ഒരു വർഷത്തേക്കുള്ള പ്ലാനിനെയും മുന്നോട്ട് നയിക്കുന്ന കാര്യം. സോ വിൽ മൂവ് ഫോർവേഡ്. സോ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഈ ഒരു ഇത് പേഴ്സണൽ ആയിട്ടും വർക്ക്ഔട്ട് ആവും, ആക്ച്വലി ബിസിനസ്സിനും വർക്ക്ഔട്ട് ആവും. സോ ഇറ്റ്സ് എ 7 സ്റ്റെപ്പ് ഗോൾ സെറ്റിംഗ് ഫ്രെയിംവർക്ക്. ഇതില് പല സൈക്കോളജിക്കൽ എലമെന്റ്സും കാര്യങ്ങളും, അതുപോലെ മുമ്പ് പല മെത്തേഡ്സും പല പല ഫ്രെയിംവർക്കുകളിലെ ആസ്പെക്റ്റുകളും കൂടി എടുത്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 7 സ്റ്റെപ്പ് ഗോൾ സെറ്റിംഗ് ഫ്രെയിംവർക്ക് ആണ്. ഇതൊരു പ്രൊസീജിയർ ആണ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി വളരെ ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയിൽ നിങ്ങളുടെ ഗോളും സെറ്റ് ചെയ്യാനും അതിന് ഫോളോ ത്രൂ ചെയ്യാനും പറ്റും. സോ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യം നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ടായിരിക്കണം, വിച്ച് വി ഹാവ് ഓൾറെഡി ഡൺ. ആ പേർപ്പസിൽ നിന്ന് നിങ്ങൾ ആസ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റീസ് വേണം. എല്ലാ ആസ്പെക്റ്റുകളിലും നിങ്ങളുടെ ബിസിനസ്സിലെ എല്ലാ ഏരിയാസിലും ഗോൾ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യൽ കുറച്ച് പണിയായിരിക്കും. ഒന്നുകിൽ കുറെ ഏരിയാസ് ചൂസ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഗോൾസിൽ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴാണ് പ്രയോറിറ്റൈസേഷൻ വരിക. എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ. ഗോൾ സെറ്റ് ചെയ്യാം, ആ ഗോളിലേക്ക് എത്താനുള്ള മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യാം, എന്തൊക്കെ ആക്ഷൻസ് ആണ് ഈ ഗോളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക, ആ ആക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് എന്താണ് എന്നുള്ളത് തീരുമാനിക്കുക. ആൻഡ് ആ ആക്ഷൻസോ അല്ലെങ്കിൽ ഗോളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന ചലഞ്ചസ്, നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനൊന്ന് പ്ലാൻ ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക ആൻഡ് സ്റ്റാർട്ട് പ്ലാനിങ് വിത്ത് മീ. നമ്മൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ലീഡ് വൈസിന്റെ കുറച്ച് എക്സാമ്പിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് യു ഗെറ്റ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. സോ കം പ്ലാൻ വിത്ത് മീ. സോ നമ്മൾ ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. പേർപ്പസ്, ഐഡന്റിഫൈ ദ പേർപ്പസ് ഓഫ് യുവർ ബിസിനസ്. നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗോൾ ആണെങ്കിൽ നിങ്ങൾ ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ടായിരിക്കാം. മേ ബി ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുക, അല്ലെങ്കിൽ ബി എ ബെറ്റർ ഫാദർ, അങ്ങനെ എന്തെങ്കിലും ഒരു പേർപ്പസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ആസ് എൻ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഒരു പേർപ്പസ് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തു.
സോ അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മളെ പേർപ്പസ് എന്താണെന്നുള്ളത്. ആൻഡ് നമ്മൾ ആസ് ലീഡ് വൈസ് പാർട്ട്നേഴ്സ് നമ്മളുടെ ഒരു പേർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ടു ഹെൽപ്പ് ബിസിനസ് ലീഡേഴ്സ് മേക്ക് ഡിസിഷൻസ് ബൈ പ്രസന്റിംഗ് ദം വിത്ത് ഡാറ്റ ആൻഡ് എവിഡൻസ് കളക്റ്റഡ് ഫ്രം ദ മാർക്കറ്റ്, followed by assisting them to make a compelling plan to achieve their business goals. ഉള്ള രണ്ട് ആസ്പെക്റ്റുകളാണ് ആസ് എൻ ഓർഗനൈസേഷൻ ലീഡ് വൈസ് പാർട്ട്നേഴ്സിന് പേർപ്പസ് ആയിട്ടുള്ളത്. ഒന്ന്, ബിസിനസ് ലീഡേഴ്സിന്, നമ്മളെ പോലത്തെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുക. അത് എങ്ങനെ കൃത്യമായിട്ടുള്ള ഡാറ്റയും എവിഡൻസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട്, ആൻഡ് പിന്നീട് ആ ഡിസിഷൻസ് എടുത്ത ശേഷം ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കാനും നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ആസ് എ ഓർഗനൈസേഷൻ ലീഡ് വൈസ് പാർട്ട്നേഴ്സിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ പേർപ്പസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇട്ടതാണ്, നിങ്ങളെല്ലാം നിങ്ങളുടെ പേർപ്പസ് ഇട്ടപ്പോൾ വി ഹാവ് അവർ ഓൺ പേർപ്പസ്. ഇനി പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മുടെ പേർപ്പസ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അത് ആക്ച്വലി നമ്മുടെ പേർപ്പസിന് എഗെയിൻസ്റ്റ് ഗോളും അതുപോലെ ആക്ഷൻസും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പേർപ്പസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടിങ് ആയിരിക്കണം നമ്മുടെ ഗോൾസും ആക്ഷൻസ് ഒക്കെ. സോ ഇനി നമ്മുടെ ബിസിനസ് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, സെയിൽസ് ഉണ്ട്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് HR എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, കസ്റ്റമർ സർവീസ്, IT, ലീഗൽ ആൻഡ് കംപ്ലയൻസ്, ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക്സ്, പാർട്ട്ണർഷിപ്സ് എന്ന് പറഞ്ഞാൽ മറ്റു ബിസിനസ്സുകളായിട്ടോ അല്ലെങ്കിൽ വ്യക്തികളായിട്ടുള്ള പാർട്ട്ണർഷിപ്സ് ഉണ്ടാവും, റിസർച്ച് R&D ഉണ്ട്, പ്രൊഡക്റ്റ് സർവീസ് ഓഫറിങ്സ്, ഇത്തരം ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിലെല്ലാം കൂടി എല്ലാത്തിനും അണ്ടറിൽ ഒരുപാട് ഗോളുകളും പ്ലാനുകളും ആക്ഷൻസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയി പോകും. നമുക്ക് തന്നെ എല്ലാത്തിനും സമയമില്ലാത്ത പോലെ തോന്നും, ഏതിൽ ഫോക്കസ് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. സോ ഏറ്റവും ബെറ്റർ ഒരു 3 to 5 ഏരിയാസ് നിങ്ങൾ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇമ്പാക്ട് ഉണ്ടാവാൻ പോകുന്ന 3 to 5 ഏരിയാസ്, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഫോർ സിംപ്ലിസിറ്റി 3 key areas ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ എൻ്റെ ഒപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിഷൻ നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. സോ നിങ്ങൾ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് അത് റൈറ്റ് ഡൗൺ ചെയ്യാം, നിങ്ങളുടെ പേർപ്പസ്. ആൻഡ് ഓൾറെഡി നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു പേർപ്പസ് ആണെങ്കിൽ ജസ്റ്റ് യു നോ ഇറ്റ്, അതൊരു ഫസ്റ്റ് ഇതായിട്ട് അവിടെ നോട്ട് ചെയ്യാം. രണ്ടാമത്തെ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് ഇതാണ്. നിങ്ങളെ ബിസിനസ്സിൽ കുറച്ച് ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് ലിമിറ്റഡ് ടു ദിസ്, ഇതിലപ്പുറം ഏരിയാസ് ഉണ്ടാവാം. ഓക്കെ, ഇതിലപ്പുറം ഏരിയാസ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു മാർക്കറ്റിങ്ങിന് തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടും ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആയിട്ടും. ചിലപ്പോൾ സ്പോൺസർഷിപ്സ് ഒക്കെ ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടാവും, അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഏരിയ ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിന് ചേരുന്ന ഏരിയ, ഇപ്പൊ മാനുഫാക്ചറിങ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഏരിയ ആഡ് ചെയ്യാം, ക്വാളിറ്റി കൺട്രോൾ പോലത്തെ ഏരിയ, അത്തരത്തിലുള്ള പല ഏരിയാസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ കൊടുക്കാത്ത, ബട്ട് again you get the idea. ഓരോ ഏരിയാസ് നോക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ട 3 ഏരിയാസ് 2025 നിങ്ങൾ കാര്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ട 3 ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാം. സോ നിങ്ങൾ അടുത്ത എക്സസൈസ് ഇതാണ്, നിങ്ങൾ ആ പേപ്പറിൽ എഴുതണം, അത് കൂടാണ്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇപ്പോൾ ലീഡ് വൈസിന്റെ കേസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന 3 ഏരിയാസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നതാണ്. സോ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന സെയിൽസ്, പ്രൊഡക്റ്റ് സർവീസ് ഓഫറിങ്സ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, ഇതാണ് പിന്നീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബാക്കിയുള്ളത് 3 ഏരിയാസ് ഞാൻ വേണമെങ്കിൽ ആ ഒരു പേജ് ഓപ്പൺ ചെയ്യാം. So these are the 3 areas. Sorry, these are a set of areas you can focus on. അത് 3 എണ്ണം ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യും. എന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യാം. പീപ്പിൾ ആർ ടൈപ്പിംഗ്. സോ അത് തന്നെ നിങ്ങളെ പേപ്പറിൽ ജസ്റ്റ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക, സോ ദാറ്റ് നമുക്കൊരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവും. സോ യാ, പ്ലീസ് കമന്റ്. നിങ്ങളുടെ ബിസിനസ്സിൽ 2025 നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പോകുന്ന 3 ഏരിയാസ്. സോ അജ്വദ് കമന്റ് ചെയ്തിട്ടുണ്ട്, സെയിൽസ്, അക്കൗണ്ടിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. സോ അഗെയിൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന 3 ഏരിയാസ്. നിങ്ങളുടെ
നോട്ട്ബുക്ക് അല്ലെങ്കിൽ A4 നിങ്ങൾ എഴുതണം. സോ ദാറ്റ് നമുക്ക് നീറ്റായിട്ട് ഒരു ആ ഒരു 7 സ്റ്റെപ്പിലൂടെ കടന്നു പോവാം. സോ അറ്റ്ലീസ്റ്റ് ഒരു ഏരിയയിലുള്ള കൃത്യമായിട്ടുള്ള ഫുൾ ഫോളോ അപ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫുൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത്ര ഇഫക്റ്റീവ് ആവില്ല ഈ ഒരു വെബിനാർ. സോ പ്ലീസ് ജോയിൻ മീ. മാർക്കറ്റിംഗ്, സെയിൽസ്, അക്കൗണ്ടിങ്, ഓപ്പറേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, 5 ഏരിയാസ് ചൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓക്കെ. ബട്ട് അഗെയിൻ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലൈക്ക് 3 എന്നുള്ള 5 is fine, but 3 is better. So yeah, maybe പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകൾക്കൊക്കെ ചിലപ്പോൾ 5 ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. നിങ്ങളുടെ റിക്വയർമെന്റ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ബട്ട് ഡോണ്ട് സെലക്ട് ലൈക്ക് 10, 12, 15 ഏരിയാസ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ലോട്ട് ടു വർക്ക് ഓൺ. അത് എല്ലാം കൂടി നിങ്ങൾ എത്തണം എന്നില്ല. നിങ്ങളുടെ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിന് ചിലപ്പോൾ അറ്റൻഷൻ കുറവായിരിക്കും കിട്ടുന്നത്. സോ അതിനേക്കാൾ നല്ലത് 3 to 5 ഏരിയാസിൽ ഒന്ന് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് ബാക്കിയുള്ളവർ എഴുതി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യാം. So let's move forward. ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജ് കടന്നു, പ്ലാനിങ് ഉണ്ട്. We have identified 3 key areas you will focus on 2025. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെറ്റ് ഗോൾസ് ആണ്. നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യാൻ പോവാണ്. അത് വെറും ഗോൾസ് അല്ല, സ്മാർട്ട് ഗോൾസ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മുമ്പ് ഗോൾസിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ കണ്ടവരോ അല്ലെങ്കിൽ ഇതുപോലത്തെ വെബിനാറോ സെഷൻസോ കേട്ടവർ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യണം. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവെന്റ്, ടൈം ബൗണ്ട്. അതായത് ആ ഒരു ഗോള് സ്പെസിഫിക് ആയിരിക്കണം, കൃത്യതയുള്ള, വളരെ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഗോളായിരിക്കണം. മെഷറബിൾ ആയിരിക്കണം, അളക്കാൻ പറ്റണം. അത് അച്ചീവ് ചെയ്തിട്ടുള്ള എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നൊക്കെ അളക്കാൻ പറ്റണം. അറ്റൈനബിൾ ആയിരിക്കണം, അതായത് ഭയങ്കര ഹൈ ആയിട്ട് പോയിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2024 നമ്മളെ റവന്യൂ ഒരു 15 lakh ആണ്. 2025 നമ്മൾ സെറ്റ് ചെയ്യുന്നത് 10 crores ആണെങ്കിൽ അത് ഭയങ്കരമായ ഹൈക്കാണ്. 15 lakh എന്നുള്ള റവന്യൂ മേ ബി 25 lakh 30 lakh ഒക്കെ ചിലപ്പോൾ അച്ചീവബിൾ ആയിരിക്കും. പക്ഷെ 10 crore എന്ന് പറയുന്നത് തീരെ അച്ചീവബിൾ അല്ല. അപ്പൊ അങ്ങനെ അറ്റൈനബിൾ അല്ലെങ്കിൽ അച്ചീവബിൾ ആയിരിക്കണം. റെലവെന്റ് ആയിരിക്കണം. ഈ ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം. അത് ആക്ച്വലി നമ്മുടെ ഫോക്കസ് ഏരിയാസ് ഫിൽട്ടർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് റെലവെന്റ് ആയ കാര്യങ്ങളിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ടൈം ബൗണ്ട്, എത്ര കാലം കഴിഞ്ഞിട്ടും ചെയ്യാമെന്നുള്ള ഒരു ഗോൾ ആകരുത്. ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതായിരിക്കണം. അതാവുമ്പോൾ നമുക്ക് കൃത്യമായ സമയത്ത് ഓരോന്ന് അച്ചീവ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഉറപ്പുവരുത്തണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ് സ്മാർട്ട് ആണ്. ഇതിപ്പോ ഒരു സെയിൽസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോളാണ്, മേക്ക് മോർ സെയിൽസ് ഇൻ 2025. ഇതിൽ എത്രയാണെന്നുള്ള ഒരു സ്പെസിഫിക്കും കാര്യങ്ങളൊന്നുമില്ല, ഒരു എമൗണ്ട് ഇല്ല, ടൈം ഉണ്ട് 2025. ബട്ട് അത് മാത്രം പോരാ, ഇത് സ്പെസിഫിക് ആണ്, കറക്റ്റ് ആണ്. മേക്ക് 25 crores സെയിൽസ് ഇൻ 2025. 2025 എന്ന് പറയുമ്പോൾ Jan 1st മുതൽ 31st December വരെ ഉണ്ട്. 25 crores ആണ്. അപ്പൊ നമുക്ക് നോക്കാം, സ്പെസിഫിക് ആണ്, മെഷറബിൾ ആണ് 25 crores എന്നത്, അറ്റൈനബിൾ ആണ്. ഡിപ്പെൻസ്, നമ്മൾ ലെറ്റ്സ് സേ ഈ 2024 നമ്മളൊരു 18 അല്ലെങ്കിൽ 20 crores ചെയ്ത് അങ്ങനെയാണെങ്കിൽ അറ്റൈനബിൾ ആണ്. റെലവെന്റ് ആണ് നമ്മുടെ ബിസിനസ്സിന് വളരെയധികം. നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ സെയിൽ വേണം. ആൻഡ് ടൈം ബൗണ്ട് ആണ്, ഈ ഒരു പീരീഡിനുള്ളിൽ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗോളുകളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓരോ ഹെഡിങ്ങിന് അണ്ടറും നിങ്ങൾ എന്ത് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യണം. ഇപ്പൊ നേരത്തെ നമ്മൾ ഇതിൽ കണ്ടു. ഫോർ എക്സാമ്പിൾ കമന്റ് ബോക്സിൽ വിനീത് സെറ്റ് ചെയ്ത് സെയിൽസ്, പ്രൊഡക്റ്റ്, സർവീസ് ഓഫറിംഗ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, ഈ 3 ഏരിയാസ് ഉണ്ട്. അതിലെല്ലാം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാം. അതിൽ ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ ഒരു വെബിനാറിൽ കംപ്ലീറ്റ് കവർ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ ഒരു ഏരിയ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഗോൾ സെറ്റ് ചെയ്യാം. സോ ഇതൊരു സ്മാർട്ട് ഗോൾ ആണോ നോക്കാനുള്ള അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഗെയിൻ ഗുഡ് ബ്രാൻഡ് വിസിബിലിറ്റി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെസിഫിക് അല്ല. അപ്പോൾ അതിന് പകരം റീച്ച് 5000 ഫോളോവേഴ്സ് ഇൻ ഇൻസ്റ്റഗ്രാം ബൈ 31st July 2025. ആ കൃത്യമായ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ 5000 ഫോളോവേഴ്സ് എന്നുള്ളൊരു മാർക്ക് അല്ലെങ്കിൽ ഒരു ഗോളിൽ എത്തണം. അത് എന്തിലാണ്? ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. സോ അതൊരു ബ്രാൻഡ് വിസിബിലിറ്റിയുടെ ഒരു മെഷറാണ്, അല്ലെങ്കിൽ ഒരു ഗോൾ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ജസ്റ്റ് ഗെയിൻ ഗുഡ് ബ്രാൻഡ് വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ
ഓക്കെ, എവിടെ എത്രത്തോളം വർക്ക് ചെയ്യണം, എവിടെ എത്തണം, നമ്മൾ എത്തിയോ ഇല്ല എന്നുള്ള ഒരു മെഷർമെന്റ് ഒന്നും നമുക്ക് കിട്ടില്ല. സോ ഇത്തരത്തിലുള്ള ഗോളുകളാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. സോ അടുത്ത എക്സസൈസ്, comment in chat box 1 to 5 goals you want to achieve in one of your priority. 1 മുതൽ 5 വരെ ഗോളുകളാവാം. ഫോർ എക്സാമ്പിൾ, സെയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സെയിൽസിൽ നിങ്ങൾക്ക് 25 crores എന്നുള്ള ഒരു ടാർഗറ്റ് വെക്കാം. അത് തന്നെ അടുത്ത ഗോളായിട്ട് നിങ്ങൾക്ക് സെയിൽസിൽ തന്നെ, ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ മാത്രമാണ് ഉള്ളത്, തമിഴ്നാടും കൂടി എത്തണം, ഇന്ന ഏരിയാസിൽ എത്തണം എന്നുള്ള ഒരു ഗോൾ വെക്കാം. അപ്പൊ 2 goals ആയി. അത്തരത്തിൽ ഒരു ഏരിയ നിങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആവാം, അല്ലെങ്കിൽ സെയിൽസ് ആവാം, മാർക്കറ്റിംഗിലാവാം. അത്തരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ, ഒരു ഏരിയയിൽ നിങ്ങൾ ഒരു 1 മുതൽ 5 വരെ ഗോള് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് കമന്റ് ചെയ്യാം കമന്റ് ബോക്സിൽ. ജസ്റ്റ് ആ ഗോളുകൾ എന്തൊക്കെയാന്നുള്ളത് 1, 2, 3 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആൻഡ് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യാം. കമന്റ് ബോക്സിൽ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, എല്ലാവരുടെയും കൂടി മിക്സ്ഡ് ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ പേപ്പറിലും കൂടി എഴുതണം എന്ന് പറയുന്നത്. സോ ദാറ്റ് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള 7 സ്റ്റെപ്സ് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഫോണിൽ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത 3 ഏരിയാസ് അല്ലെങ്കിൽ 5 ഏരിയാസ് ഉണ്ടായിരുന്നു, അതിൽ ഒരു ഏരിയ എടുക്കുക. എന്നിട്ട് അതിലൊരു അറ്റ്ലീസ്റ്റ് ഒരു ഗോള് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 ഗോളുകൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഗോളുകൾ നിങ്ങൾ അതിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ജസ്റ്റ് വോയിസ് ആയിട്ട് പറയണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. I think a few people are typing. നിങ്ങൾ സെറ്റ് ചെയ്ത ഒരു ഏരിയയിൽ, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത ഒരു ഏരിയയിൽ ഒരു ഗോള് അല്ലെങ്കിൽ ഒന്നിലധികം ഗോളുകൾ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് കമന്റ് ബോക്സിൽ ഇടാം. ചെയ്തോ? വിനീത് സിയോ. ഒന്നാമത്തെ ഗോള്, ക്ലോസ് 12 കോർപ്പറേറ്റ് ട്രെയിനിങ് സെയിൽസ് പെർ മന്ത്. ഗുഡ്. സോ അതിൽ കറക്റ്റ് ആയിട്ട് ഒരു നമ്പർ പറയുന്നുണ്ട്, സ്പെസിഫിക് ആണ്, ഒരു ടൈം പീരീഡ് മന്ത് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. 4 പ്രീമിയം കോച്ചിങ് ക്ലയൻസ് പെർ മന്ത്. സോ അതിന് മുമ്പുള്ളത് കോർപ്പറേറ്റ് ട്രെയിനിങ് സെയിൽസ്. ഓക്കെ. സോ മറ്റേത് ഇൻഡിവിജ്വൽ കോച്ചിങ് ആണെന്ന് മനസ്സിലാക്കുന്നു. So that's also very specific. Nice. Make at least 10 projects in every month in 2025. That's good. Make monthly P&L in 2025. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് അജ്വത് കമന്റ് ചെയ്ത് ഒന്ന് സെയിൽസിലെയാണ്. മേക്ക് അറ്റ്ലീസ്റ്റ് 10 projects in every month എന്നുള്ളത്. ആൻഡ് അടുത്തത് മേക്ക് മന്ത്ലി P&L in 2025 എന്നുള്ളത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു ഗോളാണ്. നൈസ്, ഗ്രേറ്റ്. സോ നെക്സ്റ്റ് ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? പ്ലീസ് ഡു. ഞാൻ പറഞ്ഞ പോലെ ഇത് ആക്ച്വലി നിങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ഈ പ്രൊസീജിയറിലൂടെ കടന്നു പോയാലാണ് ഏറ്റവും എഫക്റ്റീവ് ആവുക. ബൈ ദ എൻഡ് ഓഫ് ദിസ് സെഷൻ യു വിൽ ഹാവ് എ ക്ലിയർ പിക്ചർ ഓഫ് ഹൗ ടു സെറ്റ് ഗോൾസ് ആൻഡ് അതെങ്ങനെ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഫോളോ ത്രൂ ചെയ്യാമെന്നുള്ളതിന്റെ കൃത്യമായൊരു ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. എനിവൺ എൽസ്? കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ വട്ട് എവർ യു ഹാവ് ടൈപ്ഡ് ഇൻ നിങ്ങളുടെ പേപ്പറിലേക്ക് മാറ്റാം.
Yes. Give lead magnet to 10K people. ഇത് ടൈം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, സോ ഐ എം അസ്യൂമിങ് ഒന്നുകൂടി അത് സ്പെസിഫിക് ആക്കി കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഫുൾ 2025 ചെയ്യേണ്ട ഒരു ഗോൾ ആയിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആ ഒരു 12 monthsനുള്ളിൽ യെസ് ഗീവ് ലീഡ് മാഗ്നറ്റ്സ് ടു 10K people. 10,000 ആളുകളിലേക്ക് ലീഡ് മാഗ്നറ്റ്സ് എത്തിക്കുക എന്നുള്ള ഗോളാണ്. സോ യാ ഹോപ്പ്ഫുള്ളി ബാക്കിയുള്ളവരും ഫോളോ ത്രൂ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് യു പുട്ട് യുവർ ഗോൾ ഇൻ യുവർ പേപ്പർ. സോ ആർക്കെങ്കിലും സമയമാണോ? വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാം. ടൈം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് എലമെന്റ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്തു എടുത്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇത് ജസ്റ്റ് ലീഡ് വൈസ് പാർട്ട്നേഴ്സിന്റെ ഒരു ഗോളാണ്. ഇത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ആ ഒരു സെഗ്മെന്റിലാണ് ലീഡ് വൈസ് പാർട്ട്നേഴ്സ് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ടു ഒബ്റ്റെയിൻ എ 5-star ഫീഡ്ബാക്ക് ഓൺ അറ്റ്ലീസ്റ്റ് 75% ഓഫ് ദി അസൈൻമെന്റ് ഫുൾഫിൽ ഡ്യൂറിങ് 2025, വിച്ച് മീൻസ് നമ്മൾ ലീഡ് വൈസ് പാർട്ട്നേഴ്സിൽ ടോട്ടൽ 60 projects ആണ് 2025 അണ്ടർടേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതിൽ മിനിമം 45 projectsലെങ്കിലും ക്ലയന്റിന്റെ അടുത്ത് 5 ഒരു സ്കോർ ചോദിക്കുമ്പോൾ 5 out of 5 കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. ആൻഡ് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഫുൾ 60 ക്ലയൻസിന് നോക്കുമ്പോൾ ഒരു 4.5 out of 5 നമുക്ക് വേണം. ഇതാണ് നമ്മുടെ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ വെച്ചിട്ടുള്ള ഗോൾ. ഇതിൽ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ 100% 5-star വേണമെന്ന് സെറ്റ് ചെയ്യാത്തത്? അത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? സോ എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അതല്ലേ, 100% ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, 5 out of 5. അത് റിയലിസ്റ്റിക് അല്ലാത്തതുകൊണ്ടാണോ? എക്സാക്ട്ലി. ഒന്നുകൂടി അച്ചീവബിൾ ആയിട്ടുള്ളത് ഈ പറയുന്ന 75% അല്ലെങ്കിൽ ഒരു 80%. ഇതാണ് ഒന്നുകൂടി അച്ചീവബിൾ ആയിട്ടുള്ളത്. യെസ് എക്സാക്ട്ലി, ഇറ്റ് വോണ്ട് എന്നുള്ള രീതിയിലാണ് 100% ഒരു ക്ലയന്റ് സാറ്റിസ്ഫാക്ഷനിൽ എത്തുക എന്നുള്ളത് നമുക്കറിയാം. നമ്മളെല്ലാം ബിസിനസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ബിസിനസ്സുകളുമായിട്ട് ഇടപെടുന്നവരാണ്. സോ 100% ബിറ്റ് ടു ഒരു വലിയ അൺറിയലിസ്റ്റിക് ആണ്. ബട്ട് 75-80 ഒരു ഹൈ സ്റ്റാൻഡേർഡ് വെക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി, സോ യു ഗെറ്റ് എ ഗുഡ് ഐഡിയ. സ്മാർട്ട് ഗോൾസിൽ പെട്ട ഒരു സംഭവമായിരുന്നു അച്ചീവബിൾ അല്ലെങ്കിൽ അറ്റൈനബിൾ ആവുക എന്നുള്ളത്. ദാറ്റ്സ് അപ്ലൈഡ് ഓവർ ഹിയർ. ഇനി ഈ ഒരു സ്റ്റെപ്പ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇത് വേണമെങ്കിൽ ചില കേസിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സംടൈംസ് ദിസ് സ്റ്റേജ് ക്യാൻ ബി സ്കിപ്പ് ഇഫ് നോട്ട് അപ്ലിക്കബിൾ. ഇത് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ടോട്ടൽ 2025 ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് മൈൽ സ്റ്റോൺസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഒരു മന്ത്ലി ടാർഗറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ടാർഗറ്റ് ആയിട്ടൊക്കെ, എസ്പെഷ്യലി സീസണൽ ബിസിനസ്സുകൾക്കൊക്കെ അത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ സീസൺ ഒന്നുമില്ലാത്ത ബിസിനസ്സുകൾക്ക് ഓരോ മന്തിലും ഒരേ രീതിയിലുള്ള സെയിൽ എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ സീസണുള്ള ഒരു ഐസ്ക്രീം ബിസിനസ് അല്ലെങ്കിൽ ഒരു അംബ്രല്ല ബിസിനസ്, ഇതൊക്കെ സീസണൽ ബിസിനസ്സാണ്, അല്ലെങ്കിൽ ടൂറിസത്തിലുള്ള ബിസിനസ്സുകൾ. ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, ക്വാർട്ടർലി ടാർഗറ്റുകൾ മാറ്റം വരും. ഓഫ് സീസണിലുള്ള അത്രയും സെയിൽസ് ഒന്നും ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ 25 crores ആണ് ഇയർലി സെയിൽ എങ്കിൽ അതിനെ ഒരു ക്വാർട്ടർലി ആയിട്ടോ മന്ത്ലി ആയിട്ടോ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഷോർട്ട് ടേം ടാർഗറ്റ്സ് കിട്ടും. ഇതാണ് മൈൽ സ്റ്റോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ചില കേസിൽ അത് പോസിബിൾ ആവില്ല. ചില ആളുകൾ ഇപ്പോൾ ഇവിടെ വിനീത് മന്ത്ലി ടാർഗറ്റ്സ് ആണ് ഓൾറെഡി ഇട്ടിട്ടുള്ളത്. സോ ദാറ്റ്സ് ലൈക്ക് അത്രയും മൈന്യൂട്ട് ആയിട്ട് അതിനെ പ്ലാൻ ചെയ്തവർക്ക് ഈ മൈൽ സ്റ്റോൺസ് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ചില കേസിൽ മൈൽ സ്റ്റോൺസ് അപ്ലിക്കബിൾ ആവില്ല. അതിന്റെ ഒരു എക്സാമ്പിളും തരാം. ഫോർ എക്സാമ്പിൾ, ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസാണ്. ഗോൾ 25 crores സെയിൽസ് ഇൻ 2025. സെയിൽസിൽ നമ്മൾ വെച്ചൊരു ഗോളാണ്. ഇതിന് മൈൽ സ്റ്റോൺസ് വെക്കാം. നമുക്ക് 31st March 2025 ആകുമ്പോഴേക്കും നമുക്ക് 6 crores എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ എത്തണം. 30th June 16 crore എന്നുള്ള ഒരു മൈൽ സ്റ്റോണിൽ നമ്മൾ എത്തണം. 30th September 22 crores എന്നുള്ള മൈൽ സ്റ്റോൺ. 31st December ആകുമ്പോഴാണ് നമ്മൾ 25 crores എത്താൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഞാനൊരു ഐസ്ക്രീം ബിസിനസ് മൈൻഡിൽ കണ്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ സെയിൽസിൽ ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം 6 കോടിയാണ് അവർ സെയിൽ ചെയ്യുന്നത്. പിന്നത്തെ 3 മാസം അവർ 10 കോടി സെയിൽ ചെയ്യുന്നത്.
പിന്നത്തെ 3 മാസം വീണ്ടും 6 കോടി, ഏറ്റവും അവസാനത്തെ 3 മാസം 3 കോടി സെയിലേ വരുന്നുള്ളൂ, അഡീഷണൽ വരുന്നതാണ്. അപ്പൊ അത് സീസൺ കാരണമാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഐസ്ക്രീം പോവുക മാർച്ച് ടു ജൂൺ, ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്യുന്നത് വെക്കേഷൻ ഒക്കെ ഉള്ള ടൈമാണ്, ഏറ്റവും കൂടുതൽ ചൂടുള്ള ടൈമാണ്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഗ്രോത്ത് വരുന്നത്. അപ്പൊ അത്തരത്തിലൊക്കെ പ്ലാൻ ചെയ്യേണ്ട ബിസിനസ്സുകൾക്ക് ഈ മൈൽ സ്റ്റോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം അവരുടെ ഈ സെയിൽ എന്നുള്ളത് ടോട്ടൽ സെയിൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മന്ത്സ് എന്നുള്ള ആ സിമ്പിൾ കാൽക്കുലേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോ ടൈമിൽ ഓരോ രീതിയിലായിരിക്കും സെയിൽ വരുന്നുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറ്റും. സോ സെയില് പല രീതിയിലും പല ഏരിയാസിലും നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും. സോ മൈൽ സ്റ്റോൺസ് ചിലയിടത്ത് അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ മേക്ക് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ 2025-6 ഇയർ എൻഡ് എന്നുള്ള ഒരു നമ്മുടെ ഗോളാണ്. അതിനെ നമുക്ക് മൈൽ സ്റ്റോൺ ആയിട്ട് ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നതായിട്ട് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ഒരാൾ മന്ത്ലി ചെയ്യണം എന്ന് പറയുന്നത് അത് ഓൾറെഡി ഒരു ഏറ്റവും ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്, അതായത് ഏറ്റവും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി എന്ത് ചെയ്യാം, വേറെ വീണ്ടും അത് ചെറുതാക്കണമെന്നില്ല. സോ ഇതാണ് അടുത്ത ഒരു എക്സസൈസ് എന്നുള്ളത്. ഇനി ഒരു അപ്ലിക്കബിൾ അല്ലാത്തൊരു സിനാരിയോ പറഞ്ഞുതരാം. മൈൽ സ്റ്റോൺസ് അപ്ലിക്കബിൾ അല്ലാത്ത ഒരു സിനാരിയോ. ഒരു ഗോള് സെയിൽസ് റിട്ടേൺ 5% 2024 ഉണ്ടായിരുന്നു, അതിനെ 3% കുറക്കണം. അപ്പോൾ 2024 ടോട്ടൽ സെയിലിൽ 5% തിരിച്ച് റിട്ടേൺസ് വന്നിരുന്നു. നമുക്ക് അതിനെ കുറച്ചിട്ട് 3% ആക്കണം 2025. അതിന് നമുക്ക് മൈൽ സ്റ്റോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓരോ മാസവും അതിനെ മോണിറ്റർ ചെയ്യുക, എത്രയാണ് സെയിൽസ് റിട്ടേൺ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ചില കേസിൽ മൈൽ സ്റ്റോൺസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത് ഓക്കെ ആണ്, ദാറ്റ്സ് ഓക്കെ. അതിന് പകരം ഇത്തരത്തിൽ മന്ത്ലി ഒക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയാൽ മതി. സോ മൈൽ സ്റ്റോൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെക്കുന്നത് തന്നെ ഒരു മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി, ഒരു ഫുൾ ഇയർ കഴിഞ്ഞ് അതിനെ മെഷർ ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ സ്റ്റേജുകളിൽ തന്നെ അതിനെ മെഷർ ചെയ്ത് നമ്മൾ കറക്റ്റ് അല്ലേ പോകുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഓൾറെഡി അങ്ങനെ ആയിരിക്കും. ഒരു പെർസെൻറ്റേജ് ഒക്കെ വെച്ച് പറയുന്നത് നമുക്ക് ഓരോ മന്തിൽ ഓൾറെഡി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ മൈൽ സ്റ്റോൺസിന് ഇമ്പോർട്ടൻസ് ഇല്ല. അല്ലെങ്കിൽ മന്ത്ലി വെച്ചാണ് നമ്മൾ ഓൾറെഡി ടാർഗറ്റ് വെച്ചതെങ്കിൽ അപ്പോഴും മൈൽ സ്റ്റോൺസ് നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ സ്റ്റെപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇനി മൈൽ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ ഫിക്സ് ചെയ്ത ഗോളിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അതിനൊന്നും കൂടി ബ്രേക്ക് ചെയ്ത് മൈൽ സ്റ്റോൺസ് ആക്കാം. മേ ബി മന്ത്ലി ചെയ്തവർക്ക് ഒരു വീക്ക്ലി എന്നുള്ള രീതിയിലേക്ക് ആക്കാം, അല്ലെങ്കിൽ സംതിങ് സിമിലർ. ഹലോ ഹാരിസ്. ഹലോ സർ. യെസ് ഹാരിസ്. ഇടയിൽ വെച്ച് ജോയിൻ ചെയ്തവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഒരു ഫ്ലോ കിട്ടുന്നുണ്ടാവില്ല. വാട്ട് യു ക്യാൻ ഡു ഇസ് റൈറ്റ് നൗ, ഇപ്പോൾ ചെയ്യുന്നത് കേട്ടിരിക്കാം അല്ലെങ്കിൽ കണ്ടിരിക്കാം. ആൻഡ് ലേറ്റർ ഓൺ നമ്മൾ റെക്കോർഡിങ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് നമുക്ക് ഫോളോ ത്രൂ ചെയ്യാം. സോ മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ഒരു എക്സസൈസ് തന്നിട്ടുള്ളത്. സോ ഒന്ന് വോയിസ് ഓൺ ആക്കി ഒരു കാര്യം ചോദിക്കട്ടെ. ഷുവർ ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഫോറവർ എന്ന ഇതിലാണ്. അതിനെ കുറിച്ച് അറിയോന്ന് അറിയില്ല സാറിന്. ഓക്കെ. അതല്ല ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വേക്കൻസി നോക്കിയിരിക്കുന്ന, വർക്ക് ഫ്രം നോക്കിയിരിക്കുന്ന ആളുകളാണ് ലീഡ്സ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഇതില് പറയുന്നത് ഞാൻ ഏകദേശം കുറച്ചു നേരം കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ എങ്കിലും എനിക്ക് മനസ്സിലായത്, ഇപ്പൊ നമ്മൾ സാധാ ബിസിനസ്, ഇപ്പൊ ഞാൻ സോളാർ വാട്ടർ ഫിൽട്ടർ ഒക്കെ ചെയ്യുന്നുണ്ട്, എന്റെ പ്രോപ്പർ വർക്ക് അതാണ്. എങ്കിലും ഈ ഫോറവറിനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലീഡ് വരുത്താനുള്ള കുറച്ച് ടിപ്പുകളും കൂടി കിട്ടിയിരുന്നെങ്കിൽ. നമ്മള് ഒരു സ്പെസിഫിക് ഇപ്പൊ നിങ്ങളുടെ ലീഡ് വരുത്തുക എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സംഭവമാണല്ലോ. അത് എങ്ങനെ വരുത്താൻ പറ്റും എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റേജസ് ആയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പെർട്ടിക്കുലർ വെബിനാറിന്റെ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്കാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും നന്നായിട്ട് അറിയാം. അതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് അതിനെ ഫോളോ ത്രൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലീഡ് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ഇതെങ്കിൽ
നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഈ വരുന്ന 2025 നിങ്ങൾ ഓരോ മാസവും ഇത്ര ലീഡ്സിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ലെറ്റ്സ് 10,000 ലീഡ്സ്. രണ്ടാമതായിട്ട് അത് ഓരോ മന്തിലും നിങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു ഗോളായിട്ട് നിങ്ങൾ ചെയ്യുന്നത് സെയിൽസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗോളാണ്. അതിനെ രണ്ടാമത് അടുത്തത് മൈൽ സ്റ്റോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓൾറെഡി മന്തിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ മൈൽ സ്റ്റോൺസ് ആയിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ആക്കാം. വീക്ക്ലി ഇത്ര എന്നുള്ള രീതിയിലേക്ക്, അപ്പോൾ 10,000 എന്നുള്ളത് വീക്ക്ലി 5,000 ലീഡ്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് പിന്നെ ഫോളോ ത്രൂ ചെയ്താൽ അതുവരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അടുത്ത് ഇനി നമുക്ക് എങ്ങനെ അതിലേക്ക് അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിലേക്ക് വരുന്നേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി അധികം പേർക്ക് ഈ മൈൽ സ്റ്റോൺസ് പറഞ്ഞ ആ ഒരു സെഗ്മെന്റ് ചിലപ്പോ റെലവെന്റ് ആവില്ല. അതുകൊണ്ടായിരിക്കും ചാറ്റിൽ ആരും പറഞ്ഞിട്ടില്ല. സോ വിൽ ഗോ ഫോർ യെസ്. സോ ഞാൻ മന്ത്ലി 12 കോർപ്പറേറ്റ് ട്രെയിനിങ്സ് എന്നുള്ള ഒരു ഇതാണ് പിന്നെ ചെയ്തിരുന്നത് ഒന്ന്. പിന്നെ അതേപോലെ പ്രീമിയം ക്ലയൻസ് 4 പേര്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു പിന്നെ ഈ വീക്ക്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വീക്ക്ലി പ്ലാൻ ചെയ്യാനും വീക്ക്ലി അത് എക്സിക്യൂട്ട് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമാണ്. വീക്ക്ലി മൈൽ സ്റ്റോൺ എന്നുള്ള നിരക്ക് തന്നെ അത് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. വീക്ക്ലി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് നേരത്തെ പറഞ്ഞ സ്മാർട്ടിലെ അത് കുറച്ചുകൂടി അത് അൺറിയലിസ്റ്റിക് ആവുമോ എന്നുള്ള. മന്ത്ലി 12 എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ വീക്ക്ലി 3 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ബട്ട് ഇറ്റ്സ് യൂസ്ഫുൾ. അങ്ങനെ ആലോചിച്ചത് യൂസ്ഫുൾ ആണ്. സോ ദാറ്റ് എങ്ങനെ റിസോഴ്സസ് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യണം എന്നുള്ള ഇപ്പോഴാണ് അതിന്റെ ആ ഒരു ചലഞ്ച് മനസ്സിലായത്. ഇറ്റ് ഗെറ്റ്സ് കൺജസ്റ്റഡ്. ആഴ്ചയിൽ 3 കോർപ്പറേറ്റ് ട്രെയിനിങ് വരുന്നത് ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതല്ല, ബട്ട് ദെൻ ആ പ്ലാനിങ് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ സോ ദാറ്റ് വിൽ ഹാവ് ടു അലോക്കേറ്റ് റിസോഴ്സസ് ബെറ്റർ. ദാറ്റ്സ് യൂസ്ഫുൾ. എപ്പോഴും പെർ മന്ത് എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും മാർക്കറ്റിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ടാവും നമ്മുടെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതിൽ. ഫോർ എക്സാമ്പിൾ കോർപ്പറേറ്റ് ട്രെയിനിങ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ തീരെ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ. കാരണം എല്ലാ ബിസിനസ്സും ക്ലോസ് ചെയ്യുന്ന ഒരു ടൈമാണ്, എല്ലാവരും ബിസി ആവുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ഡൗൺ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ നേച്ചർ അറിയില്ല, ബട്ട് അഗെയിൻ ആ ഒരു ട്രെയിനിങ് ബിസിനസ് എൻ്റെ ഒരു അസംഷൻ ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ട്രൂ, ബട്ട് ഇറ്റ് മേക്സ് സം അതെ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഒന്നുകൂടി ഒരു സീസണാലിറ്റി ഉണ്ട്. there is some seasonality. കുറച്ചുകൂടി നന്നായിട്ട് അതിനെ കുറിച്ച് റീസെന്റ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഇപ്പൊ ജുനൈദ് പറഞ്ഞത് കറക്റ്റ് ആണ്. ആ ഒരു സീസണാലിറ്റി ഏർലിയർ നേരത്തെ നമുക്ക് അറിയില്ലായിരുന്നു ഇത് എന്ത് വാട്ട് ഈസ് ഹാപ്പനിങ്, ഈ മാസത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ബട്ട് റീസെന്റ് വി ഹാവ് കം ടു നോ. എഡ്യൂക്കേറ്റഡ് ഗസ്. ഒന്ന് ഈ പറയുന്ന നമ്മൾ മാർക്കറ്റ് റിസർച്ചിൽ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഒന്ന് ഈ പറഞ്ഞ ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമില്. പിന്നെ അതുപോലെ റിസോർട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ടൂറിസം സീസണിൽ ചിലപ്പോൾ കുറവായിരിക്കും. കാരണം റിസോർട്സും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹൈക്ട് പ്രൈസിങ് ഉണ്ടാവുന്ന ടൈമിൽ ചിലവർ മാറ്റി വെക്കാറുണ്ട്. ഇത് ഈ മാർച്ച് ഏപ്രിൽ ശരിക്കും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ടൈമാണ്. അതെ അതെ. അപ്പൊ അത് ബേസിക്കലി എല്ലാവരും ക്ലോസിംഗ് ടൈം ആയിരിക്കും. എല്ലാം ഇൻവെന്ററി കറക്റ്റ് ചെയ്യുക, അതുപോലെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, കോർപ്പറേറ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അവർ ഓൾറെഡി അതിൽ ബിസി ആയിരിക്കും. അതെ അതെ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റ നോക്കി തുടങ്ങിയ ശേഷമാണ് അത് ഇന്ന മാസങ്ങളിൽ. ഓരോ ബിസിനസ്സിനും ഓരോരോ സീസൺ ഉണ്ട്. സീസണിൽ അവര് ഭയങ്കര ബിസി ആയിരിക്കും. ഓഫ് സീസണിലാണ് കൂടുതൽ ട്രെയിനിങ്ങിനും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. ഫോർ എക്സാമ്പിൾ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്ലോസിംഗ് ടൈമിൽ അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് ഭയങ്കരമായിട്ട് ബിസി ആയിരിക്കും. ആ ഒരു ടൈമിൽ അവർ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങളുടെ ബിസിനസിന്റെ ഉള്ളിലേക്ക്, നിങ്ങളെ ബിസിനസിന്റെയും സെയിലിനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഏത് ക്വാർട്ടറിലാണ് കൂടുതൽ സെയിൽ കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ മന്ത്ലി ഇത്ര ഫ്ലാറ്റ് സെയിൽ എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ഓരോ ക്വാർട്ടറിലോ അല്ലെങ്കിൽ ഓരോ മന്തിനെ വേറെ വേറെ കണ്ടിട്ട് പ്ലാൻ ചെയ്താൽ ഒന്നും കൂടി നല്ലതായിരിക്കും. സോ ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. സോ ലീഡ് വൈസിന്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഗോളിലേക്ക് നമ്മുടെ മൈൽ സ്റ്റോൺ അപ്ലിക്കബിൾ അല്ല. കാരണം അഗെയിൻ പെർസെൻറ്റേജ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റെഡ് വി വിൽ മെഷർ കസ്റ്റമർ സ്റ്റാർ റേറ്റിംഗ് ഫോർ ഈച്ച് മന്ത്, ക്വാർട്ടർലി ആൻഡ് ഹാഫ് വേ അക്രോസ് ദ ഇയർ.
ഇനി ആക്ഷൻ ആണ്. ഇപ്പോ നമ്മൾ 4 സ്റ്റേജസിലൂടെ കടന്നുപോയി. ഫസ്റ്റ് പേർപ്പസ് സെറ്റ് ചെയ്തു, രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്തു, മൂന്നാമതായിട്ട് ഓരോ ഏരിയാസിലും ഗോൾസ് സെറ്റ് ചെയ്തു, നാലാമതായിട്ട് ഗോൾസിനെ ഒന്നും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത് മൈൽ സ്റ്റോൺസ് ആക്കി, അഞ്ചാമത് ആക്ഷൻസ് ആണ്. ആ ഗോളിലേക്ക് എത്താനുള്ള സ്പെസിഫിക് സെറ്റ് ഓഫ് ആക്ഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ആ ഗോളിലേക്ക് കോൺട്രിബ്യൂട്ട് ആവുക, നിങ്ങൾ കൂടുതൽ കൂടുതൽ ക്ലോസ് ആയി പോവുക എന്നുള്ള, കൂടുതൽ കൂടുതൽ അടുക്കുക എന്നുള്ള ആ ആക്ഷൻസ് തീരുമാനിക്കുക എന്നുള്ളതാണ്. സോ ലിസ്റ്റ് ഡൗൺ ദ സെറ്റ് ഓഫ് ആക്ഷൻസ് യു വിൽ ഇംപ്ലിമെന്റ് അണ്ടർ ഈച്ച് ഗോൾ ടു റീച്ച് ദം. അപ്പൊ അഗൈൻ നിങ്ങൾ ആ ഗോളിലെ ഒരു ഗോൾ എടുക്കുക, നിങ്ങൾ ആ പ്രയോറിറ്റൈസ് ചെയ്ത ഏരിയയിലെ ഒരു ഗോൾ എടുക്കുക, ആ ഗോളിന്റെ അണ്ടറിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്ഷൻസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് 25 crore സെയിൽസ് 2025 അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആക്ഷൻസ് ആണ് പ്രൊവൈഡ് ട്രെയിനിങ് ടു സെയിൽസ് സ്റ്റാഫ് എവറി ക്വാർട്ടർ. ഇപ്പോൾ സെയിൽസ് സ്റ്റാഫ് ബെറ്റർ ആയി കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആവും, അങ്ങനെ സെയിൽസ് കൂടും. ഒരു ഇൻസെന്റീവ് പ്രോഗ്രാം സെയിൽസ് സ്റ്റാഫിന് വേണ്ടിയിട്ട്, അവർക്ക് ഇൻസെന്റീവ്, അവരുടെ സെയിൽ അവർ കൊണ്ടുവരുന്നതിനനുസരിച്ച് അവർക്കും ബെനിഫിറ്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ജ്വല്ലറി ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദി മീറ്റിംഗ് നമുക്ക് ഒന്ന് കൂടുതലായിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക്, സ്പെസിഫിക് കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്സ് കവർ ചെയ്യാണ്. സോ ഇൻസെന്റീവ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് സ്റ്റാഫ് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഗോളും അതിന്റെ ആക്ഷൻസും. വേറൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ലീഡ് വൈസ് പാർട്ട്നേഴ്സിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇംപ്ലിമെന്റ് എ 5-star സ്കോറിംഗ് സിസ്റ്റം ആൻഡ് ഫീഡ്ബാക്ക് കളക്ഷൻ സിസ്റ്റം. അത് ഒബ്വിയസ്ലി നമ്മുടെ ഒരു സ്റ്റാർ റേറ്റിംഗ് വെച്ചാണ് നമ്മുടെ ഗോൾ വരുന്നത്. സോ അത് ഇംപ്ലിമെന്റ് ചെയ്യണം കൃത്യമായിട്ട്. അതുപോലെ 3 days അപ്ഡേറ്റ് ടു ക്ലയന്റ്, അങ്ങനെ ഒരു സിസ്റ്റം. ഓരോ 3 ദിവസം കൂടുമ്പോഴും നമ്മുടെ വർക്കിൽ എന്താണോ പ്രോഗ്രസ് എന്നുള്ളത് ക്ലയന്റിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ബെറ്റർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ ആയിട്ട് ലീഡ് വൈസിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ആസ് എൻ എക്സാമ്പിൾ. ഈ ഒരു മേക്ക് 25 crore സെയിൽസ് 2025. ആക്ഷൻസ് ഒരുപാട് ഉണ്ടാവാം. ഇപ്പൊ ഫോർ ദ സേക്ക് ഓഫ് ടൈം കുറവായതുകൊണ്ട് നമുക്ക് 1-2 ആക്ഷൻസ് എന്നുള്ള രീതിയിലേക്ക് ഒന്ന് ലിമിറ്റ് ചെയ്യാം. സോ അഗെയിൻ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എക്സസൈസ് ആണ്. കമന്റ് ഇൻ ചാറ്റ് ബോക്സ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആക്ഷൻസ്, നിങ്ങൾ സെറ്റ് ചെയ്ത ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻസ് ആയിരിക്കും. സോ ഒന്ന് ചാറ്റ് ചെയ്യാമോ, ചാറ്റ് ബോക്സിൽ ഇടാമോ? ഇതിനു മുമ്പ് അജുവത് കമന്റ് ചെയ്തിരുന്നു, മൈൽ സ്റ്റോൺ ടോട്ടൽ ബിസിനസ് 1.5 crores ആണ് 2025. അതിൽ ഫസ്റ്റ് ക്വാർട്ടർ 30 lakh, സെക്കൻഡ് ക്വാർട്ടർ 90 lakh, തേർഡ് ക്വാർട്ടർ 1.2 crores, ഫോർത്ത് ക്വാർട്ടറിൽ 1.5 crores. ഇങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തുകൊണ്ടാണ് എത്തുന്നത്. സോ വിനീത് സെറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ കോച്ചിങ് ക്ലയൻസിലേക്കും അതുപോലെ കോർപ്പറേറ്റ് ക്ലയൻസിലേക്കും എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിൽ നടക്കാൻ വേണ്ടിയിട്ട് 40 free coaching discovery calls to close 4 premium coaching clients. Nice. സോ ആ ആക്ഷൻ എടുത്താലാണ് ഈ പറയുന്ന ഗോളിലേക്ക് 4 പ്രീമിയം ക്ലയൻസിനെ ഗോളിലേക്ക് ഒരു 10% കൺവേർഷൻ റേറ്റ് കണ്ടുകൊണ്ടാണ് വിനീത് അങ്ങനെ ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് വെരി ഗുഡ്. സോ ബേസിക്കലി വിനീതിന്റെ എന്താണോ വിനീതിന്റെ ഒരു ഫുൾ പെയ്ഡ് കോച്ചിങ് സെഷന് കിട്ടാൻ പോകുന്നത്, അതിന്റെ ഒരു ട്രയൽ കൊടുക്കുക, അല്ലെങ്കിൽ വിനീതുമായിട്ടുള്ള ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനീത് ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. 40 പേരിലേക്ക് റീച്ച് ഔട്ട് ചെയ്ത് ഫ്രീ കോച്ചിങ് ഡിസ്കവറി കോൾസ്, മേ ബി ഒരു 30 മിനിറ്റ്സിന്റെ അല്ലെങ്കിൽ 1 hour കോൾ ആയിരിക്കും. വിനീത് ഹാസ് ടു ഓഫർ എന്നുള്ളത് ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രയൽ ക്ലയൻസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഒബ്വിയസ്ലി ദാറ്റ് വിൽ ലീഡ് ടു സെയിൽസ്. ഗുഡ്. വേറെ ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? Please comment. Was planning 40 minutes call where I deliver actual value? Definitely. So yeah, like so വിനീതിന്റെ ഒരു
കോച്ചിങ് ക്ലയൻസിലേക്ക് ലൈക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെയിൽ ഹാപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു 40 minutes കോള് സെറ്റ് ചെയ്യുകയും യെസ് ചിലർ അതിൽ നിന്ന് കൺവേർട്ട് ആവും, ചിലർ കൺവേർട്ട് ആവില്ല. ബട്ട് ദാറ്റ് ഈസ് സംതിങ് യു ഹാവ് ടു ഗോ ത്രൂ ഈ പറയുന്ന 4 ക്ലയൻസിനെ ആക്ച്വലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നൈസ്, ദാറ്റ് വാസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഒരു ഈ പറയുന്ന ആക്ഷൻ എന്നുള്ള ആ ഒരു സ്റ്റേജിൽ വേറെ ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? അജുവത് സെയിൽസ് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അതിലെന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ കൻ കമന്റ്. സോ ഇവിടെ നമ്മൾ we have reached our 5th stage. We started with purpose. Second ആയിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തു ഏരിയാസ് ഇൻ ബിസിനസ്. തേർഡ് ആയിട്ട് വി ഫിക്സ്ഡ് ഗോൾസ്. ഓരോ ഏരിയാസും പ്രയോറിറ്റൈസ് ചെയ്ത ഏരിയാസിൽ നമ്മൾ ഗോൾസ് ഫിക്സ് ചെയ്തു. ഫോർത്ത് ആയിട്ട് ഇഫ് അപ്ലിക്കബിൾ ചിലത് വളരെയധികം ഓൾറെഡി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമെങ്കിൽ മൈൽ സ്റ്റോൺസ് ആയിട്ട് കഷ്ണം മുറിച്ച് മൈൽ സ്റ്റോൺസ് ആയിട്ട് സെറ്റ് ചെയ്യാം. സോ ദാറ്റ് നമ്മൾ കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്ക് എവിടെ നമ്മൾ ആ ഗോളിലേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഡിറക്ഷനിൽ തന്നെ അല്ലേ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ആൻഡ് ഫിഫ്ത്ത് ആയിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് വി ക്യാൻ ഫൈനലി അച്ചീവ് ദാറ്റ് ഗോൾസ്, ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾ എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് നിങ്ങൾ ഇതുവരെ കമന്റ് ബോക്സിൽ ഇട്ട സംഭവങ്ങൾ. ആൻഡ് നെക്സ്റ്റിലേക്ക് പോവാണ്. എനിവൺ ടൈം ആണെങ്കിൽ ഒന്ന് പറയാം. ഐ ക്യാൻ വെയിറ്റ്. സോ അറൌണ്ട് 9 o'clock ആയിട്ടുണ്ട്. സോ വി ആർ റഷിംഗ് ടു ഒരു 6th and 7th സ്റ്റെപ്പ് പെട്ടെന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് എനിക്കൊന്ന് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇത് ഒരു 1 day കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രോസസ് അല്ലേ. കാരണം ഒരു കമ്പനിയെ ബേസ് ചെയ്തിട്ട് ഇതിന് അല്പം സമയം എടുക്കുന്നത്. നമ്മൾ പാരലി അടുത്ത് എന്തെങ്കിലും ഒരു റിവ്യൂ സെഷൻ എടുക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്കൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം. യെസ് ഇതിന് ഫോളോ അപ്പ് സെഷൻ നമ്മൾ അടുത്ത മൺഡേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ 2-3 സപ്പോർട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്ന്, ഗ്രൂപ്പിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. 2, ഇതിന്റെ റെക്കോർഡ് സെഷൻ ഇടുന്നതായിരിക്കും. ഇതിന്റെ മെറ്റീരിയൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ട് ആ ഫ്ലോ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് എക്സാമ്പിൾസും എക്സ്ട്രാ ആയിട്ട് ഈ വരുന്ന വീക്കിൽ ഇടാം. നമ്മൾ അടുത്ത മൺഡേ ഒരു ഫോളോ സെഷനും കൂടി വെച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അത് പ്ലാൻ ചെയ്ത ശേഷം തിരിച്ചു വന്ന് നമുക്ക് വിൽ ഹാവ് എ ഡിസ്കഷൻ. അടുത്തത് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്, 6ാമത്തത്. ഇപ്പൊ നമ്മൾ ആക്ഷൻസ് ഡിഫൈൻ ചെയ്തു. ആ ഗോളിലേക്ക് എത്താനുള്ള റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ആ ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് വേണം. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു പേഴ്സണൽ ഗോളിലൂടെ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഇതുവരെയുള്ള സ്റ്റെപ്പ് ഞാൻ വേറൊരു പേഴ്സണൽ ഗോളിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളെ ലൈഫിന്റെ പേർപ്പസ് ഒരു ഫുൾഫിൽഡ് ലൈഫ് ജീവിക്കുക എന്നുള്ളത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ എന്തായാലും പല ഏരിയാസ് ഉണ്ടാവും. ഹെൽത്ത് ഉണ്ടാവും, പേഴ്സണൽ ഫിനാൻസ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും, സ്പിരിച്വാലിറ്റി ഉണ്ടാവും. അങ്ങനെ പല ഏരിയാസ് ഉണ്ടാവും. നമ്മൾ ഹെൽത്ത് എന്നുള്ള ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തു. ഈ 2025 ഇപ്പൊ നമ്മളുടെ ഒരു വെയിറ്റ് നോക്കുമ്പോൾ ഒരു ഓവർ വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ 7 kg കുറക്കാം എന്നുള്ള ഒരു ഗോൾ നമ്മൾ ഓവറോൾ ഗോൾ സെറ്റ് ചെയ്തു. ഈ വെയിറ്റ് ലൂസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഇനീഷ്യലി ഒരു പോയിന്റ് വരെ നമ്മൾ എക്സസൈസ് ആൻഡ് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലൂസ് തുടങ്ങുള്ളൂ. ആദ്യത്തെ 1 kg ഷെഡ് ചെയ്യാനായിരിക്കും ഏറ്റവും ടൈം. പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയും. അപ്പൊ നമ്മൾ അതിനെ ഈ 7 kg 1 year കൊണ്ട് കുറക്കണം എന്നുള്ളതിനെ മൈൽ സ്റ്റോൺസ് ആക്കിയിട്ട് മേ ബി ജൂൺ ആകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ 3 kg കുറയുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 kg. ബാക്കി 5 kg അടുത്ത 6 monthsലായിരിക്കും. അതിനെ മൈൽ സ്റ്റോൺസ് ആയിട്ട് വെച്ചു.
പിന്നീട് നമ്മൾ ആക്ഷൻസ് ഡിഫൈൻ ചെയ്തു. ആക്ഷൻസ് എന്ന് പറയുന്നത് 2 ആക്ഷൻസ് ആണ് വിചാരിക്കും. ഒന്ന് ജിമ്മിൽ പോകണം, 3 ആക്ഷൻസ് എടുക്കാം. ഒന്ന് ജിമ്മിൽ പോകുക എന്നുള്ളത് ആൻഡ് 30 മിനിറ്റ്സ് വർക്ക്ഔട്ട് ചെയ്യാം 6 days a week. രണ്ടാമത്തത് എന്നും വൈകുന്നേരം, രാവിലെയാണ് ജിമ്മ്, ഈവനിങ് നടക്കണം, 30 മിനിറ്റ്സ് നടക്കുക എന്നുള്ളൊരു ആക്ഷൻ സെറ്റ് ചെയ്തു. മൂന്നാമത്തത് നമ്മുടെ ഓഫീസ് വരുന്നത് ഒരു 5th ഫ്ലോറിലാന്ന് വിചാരിക്കുക. എന്നും അങ്ങോട്ട് മേലേക്കും അടിയിലേക്കും കയറണമെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കില്ല, സ്റ്റെയർസ് ഉപയോഗിക്കും. സോ ഇത് 3ആണ് നമ്മുടെ ആക്ഷൻസ് ഫോർ അച്ചീവിങ് ദി വെയിറ്റ് ലോസ് ഗോൾ. ഇനി അടുത്ത സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. ഈ ആക്ഷൻസ് നമ്മൾ ഫോളോ ത്രൂ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സിസ്റ്റം പ്രൊസീജിയേഴ്സും വേണം. ഫോർ എക്സാമ്പിൾ, അലാറം വെക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഒരു 6 o'clock ആണ് നമ്മൾ ജിമ്മിലേക്ക് പോകുന്നതെങ്കിൽ 5:30 എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി അല്ലെങ്കിൽ ഒന്ന് പല്ലൊക്കെ തേച്ച് റെഡി ആയി കഴിഞ്ഞാലായിരിക്കും 6 നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ആ കറക്റ്റ് ആയിട്ട് അലാറം വെക്കുക എന്നുള്ളത് ഇത് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമാണ്. അത് എക്സാക്ട്ലി നേരിട്ട് നമ്മുടെ ഗോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. നേരിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ആക്ഷൻസ് ആണ്. പക്ഷെ ആക്ഷൻസിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സഹായിക്കുന്നതാണ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. വേറെ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ കലണ്ടറിൽ ടിക്ക് ചെയ്യണം. ഇന്ന് ജിമ്മിൽ പോയി, ഇന്ന് വാക്കിംഗ് ചെയ്തു, ഇന്ന് സ്റ്റെയർ കേസ് ചെയ്തു. അത് ഇങ്ങനെ ടിക്ക് ചെയ്യുന്നത് നമ്മൾ ആ ആക്ഷൻസ് ഫോളോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. വേറെ എക്സാമ്പിൾ പറയുന്നത്, ഒരു എക്സാമ്പിൾ നമ്മൾ സ്റ്റെയറിന്റെ അടുത്ത് പോയിട്ട് വണ്ടി നിർത്തുള്ളൂ. അത് നമ്മൾ ഒരു സംഭവമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഫോളോ ചെയ്യണം, ഒരു പ്രൊസീജിയർ ആയിട്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. നമ്മൾ എപ്പോഴും ഓർമ്മ ഉണ്ടാവും നമുക്ക് നേരെ സ്റ്റെയറിലേക്കായിരിക്കും പോകേണ്ടത്. ഇതാണ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഗോൾ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആക്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ആക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അത് സ്മൂത്ത് ആക്കാനും നമ്മൾ ഫോളോ ത്രൂ ചെയ്യാനും അതിനെ മെഷർ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് ആണ് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ ഗിവ് യു സം എക്സാമ്പിൾസ്. നമ്മൾ നേരത്തെ എടുത്ത സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ആ ആക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താണ്. പ്രൊവൈഡ് ട്രെയിനിങ് ടു സെയിൽസ് സ്റ്റാഫ് എവറി ക്വാർട്ടർ എന്ന് പറയുന്ന ആക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മളുടെ ഒരു സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ ആണ്. ഒന്ന്, നമ്മൾ ഓരോ ക്വാർട്ടറിന്റെ ബിഗിനിങ്ങിലും ട്രെയിനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കണം. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റമാണ്. 2, ട്രെയിനിങ് ലോഗ് കീപ്പ് ചെയ്യണം. ഓരോ ക്വാർട്ടറിലും നമ്മൾ ചെയ്ത ട്രെയിനിങ് എന്തൊക്കെയായിരുന്നു, അത് എത്ര സമയം ഉണ്ടായിരുന്നു, ആരായിരുന്നു ആ ട്രെയിനിങ് ചെയ്തത്, എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, റിസൾട്ട് എന്തായിരുന്നു, ഫീഡ്ബാക്ക്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രെയിനിങ് ലോഗ് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. 3, കണ്ടക്ട് ഇവാലുവേഷൻ ടെസ്റ്റ്. ഓരോ ട്രെയിനിങ്ങിന്റെ എൻഡിലും നമ്മൾ ഇവാലുവേഷൻ ടെസ്റ്റ് ചെയ്യും. ഈ സംഭവങ്ങൾ ഒരു സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സംഭവമായിട്ട് ഫോളോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെയിനിങ് എന്ന് പറയുന്ന ആക്ഷൻ നമ്മൾ ചെയ്യും, കറക്റ്റ് ആയിട്ട് ഫോളോ ത്രൂ ചെയ്യും. സോ സംതിങ് സിമിലർ. വേറെ എക്സാമ്പിൾ, ഇൻസെന്റീവ് പ്രോഗ്രാം. സ്റ്റാഫിന് ഇൻസെന്റീവ് പ്രോഗ്രാം ആക്ഷൻ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി സെയിൽസ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഡെയിലി സെയിൽസ് റിപ്പോർട്ടിംഗ് സിസ്റ്റം വേണം. വീക്ക്ലി മീറ്റിംഗ് വേണം സെയിൽസ് സ്റ്റാഫിനെ വെച്ചിട്ട് സെയിൽസ് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോത്ത് സെയിൽസ് സ്റ്റാഫിനും അറിയാം, നമുക്കും അറിയാം, ഇതിനു വേണ്ടിയിട്ടാണ്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസെന്റീവ് പാക്കേജ് ഓരോ മന്തിലും മാറുന്ന ടൈപ്പ് ആണെങ്കിൽ, ഓരോ മന്തിലും ടാർഗറ്റ് ഒക്കെ മാറുന്ന രീതിയിലാണെങ്കിൽ അത് ഓരോ മന്തിന് തുടക്കത്തിൽ എന്ത് ചെയ്യണം, അനൗൺസ് ചെയ്യണം. ഈ മന്തിലേക്കുള്ള ടാർഗറ്റ് എന്താണ്, ഈ മന്തിലേക്കുള്ള ഇൻസെന്റീവ് പാക്കേജ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആക്ഷൻ നമ്മൾ ഫോളോ ത്രൂ ചെയ്യും. സോ ഇനി നിങ്ങൾക്ക് എക്സസൈസ് ആണ്. ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ നേരത്തെ കമന്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് ബേസ് ചെയ്തുകൊണ്ട് ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വിനീത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിനീത് ഓൾറെഡി അതിന്റെ കമന്റ് ചെയ്തു. Attract relevant people to webinar on relevant topics. Do this through write-up on social media, podcasts and YouTube videos. Build relevant community. Use calendar, which makes the signing up process easy for clients. Direct the interested people from webinar and the community in general to Calendly and schedule the discovery call on Zoom. ഇതിൽ ഒന്നും കൂടി റിഫൈൻ ചെയ്യാൻ പറ്റും. ലെറ്റ് മീ അസിസ്റ്റ് യു ഹിയർ.
ലൈക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. സോ ഇതില് attract relevant people to webinar on relevant topics എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ എന്നുള്ള രീതിയിലേക്ക് ലൈക്ക് അത് ആ പെർട്ടിക്കുലർ സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ ആക്ഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിബറേറ്റ്ലി എന്തെങ്കിലും ഒരു അതും ഒരു ആക്ഷൻ തന്നെയാണ്, പക്ഷെ നമ്മുടെ മെയിൻ ആക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ സംഭവം വരിക. ഓക്കെ, അത് ഡയറക്റ്റ് ഗോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, നമ്മുടെ ആക്ഷനെയാണ് അത് സപ്പോർട്ട് ചെയ്യുക. സോ ദിസ് ഈസ് സംതിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങളുടെ റെലവെന്റ് ഓഡിയൻസിനെ തന്നെയാണ് പിച്ച് ചെയ്യുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തുന്നുള്ളത് ആ ആക്ഷനെ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, ഒരു സിസ്റ്റം, ഈ സംഭവം നമുക്ക് ഒരു സിസ്റ്റം ആയിട്ട് മാറ്റാൻ പറ്റും. ഡു ദിസ് ത്രൂ റൈറ്റ് അപ്പ് ഓൺ സോഷ്യൽ മീഡിയ, യൂട്യൂബ് വീഡിയോ. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുക. ഒരു ഫോർമാറ്റ്, അതൊരു സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യം നിങ്ങൾക്ക് ഒരു ആളുകളെ പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര മെറ്റീരിയൽസ് വേണം, ആ മെറ്റീരിയൽസിൽ ഇന്ന എലമെന്റ്സ് വേണം, അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ സിസ്റ്റം ഫോർ യു ടു ഡു യുവർ മാർക്കറ്റിംഗ്. ഒരു ഫ്രെയിം വർക്ക് പോലെ. അതുപോലെ ഒരു പ്രോബ്ലം സൊല്യൂഷൻ മെത്തേഡിലുള്ള കുറച്ച് കണ്ടന്റ് പ്ലാൻ ചെയ്യുക. എക്സാക്ട്ലി അതെല്ലാം ഈ പറയുന്ന സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സിൽ വരുന്നതാണ്. ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ വരില്ല. കറന്റ്ലി ആപ്പ് ആളുകൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ. ദാറ്റ് ഈസ് ദി പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ്. ഞാൻ മാനുവലായിട്ട് കുറെ കാലമായിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ടുഡേ ഐ ജസ്റ്റ് സൈൻഡ് അപ്പ് ഇൻടു ഇറ്റ്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്ന് ഞാനത് ഫസ്റ്റ് ടൈം ഐ ജസ്റ്റ് സൈൻഡ് അപ്പ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ടൂൾ. അടിപൊളി ടൂൾ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. ലൈക്ക് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഫ്രീ ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ് ഇതിൽ. സോ അതാണ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ്. ദാറ്റ് ഹെൽപ്സ്, എന്താ പറയാ, നമ്മുടെ ആ ഒരു ആക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അതിനെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ. ഞാൻ അതൊന്ന് കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട്. കലണ്ടറിൽ പറയുന്ന ഒരു ടൂൾ, അത് മീറ്റിംഗ്സ് എല്ലാം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി നിങ്ങൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. അതിൽ നിങ്ങളുടെ ഫ്രീ ടൈം ആദ്യം മെൻഷൻ ചെയ്യും, നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ടൈം ഒരു സ്ലോട്ടുകളായിട്ട് മെൻഷൻ ചെയ്യും, 30 minutes 1 hour ഒക്കെ. എന്നിട്ട് അത് നിങ്ങൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 weekലേക്ക് 1 monthലേക്കൊക്കെ നിങ്ങൾക്ക് ചാർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആരായിട്ടാണോ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് അവർക്ക് അത് അയച്ചു കൊടുക്കുക. അവരുടെ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളെ കലണ്ടർ കിട്ടും. നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ടൈം സ്ലോട്ടിൽ മാത്രമേ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളുടെ കലണ്ടറിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുകയും ചെയ്യും. സോ ദാറ്റ് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് എപ്പോഴാണ് ഫ്രീ ആവുക അങ്ങനെ കാര്യങ്ങളൊക്കെ അത്രയും ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അതൊരു സിസ്റ്റമാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ സെയിൽസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഗോള് നിങ്ങൾ ആക്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കലണ്ടറി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സിസ്റ്റം അല്ലെങ്കിൽ പ്രൊസീജിയർ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇപ്പൊ ഈ 40 ഫ്രീ ഡിസ്കവറി കോൾ 40 ഞാൻ ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഡു 40 പെയ്ഡ് കോൾസ് വിത്തൗട്ട് കലണ്ടറി, കാരണം എനിക്ക് ഐ എം ഗെറ്റിംഗ് മണി ഫോർ ഇറ്റ്. പക്ഷെ 40 ഫ്രീ ഡിസ്കവറി കോൾസ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോ അതുകൊണ്ടാണ് ഇത് സംതിങ് ഐ വാസ് പ്ലാനിങ്. അപ്പോ ഇന്ന് ഞാൻ ആലോചിച്ചു, വിത്തൗട്ട് എ ടൂൾ ലൈക്ക് കലണ്ടറി ഐ കനോട്ട് ഡു ഇറ്റ്. അത്ര എനർജി I cannot spend that much energy for 40 free calls. Absolutely fine. Yes. പക്ഷെ ജുനൈദിന്റെ പ്രോംപ്റ്റ് വന്നപ്പോഴാണ് ഞാൻ 40 calls എന്നുള്ളത് പ്ലാൻ ചെയ്തത്. ഐ ഹാഡ് I wanted to make some calls, but 40 എന്നുള്ളൊരു നമ്പർ ഐ കേം അപ്പ് വിത്ത് ഇറ്റ്. 4 ക്ലയൻസിന് കിട്ടണം. ഇനി ഞാൻ അതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് തരാം. 40 calls എന്നുള്ളതാണ് വിനീതിന്റെ ടാർഗറ്റ് എങ്കിൽ I'm assuming ഒരു 200 റെസ്പോണ്ടിങ് കാൻഡിഡേറ്റ്സ് വിനീതിന് കണ്ടെത്താൻ പറ്റിയാലായിരിക്കും വിനീതിന് ഒരു 40 ആളുകളെ ഈ പറയുന്ന മീറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. ബിക്കോസ് എല്ലാവരും ടൈം ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആളുകൾ they have to think, they want something. ഇപ്പോ ഇവിടെ അറൌണ്ട് 45 people signed up, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഗ്രൂപ്പ് ജോയിൻ ചെയ്തു. പക്ഷെ ഇപ്പോ 8 പേരേ ഉള്ളൂ ഇവിടെ. സോ ദാറ്റ് മീൻസ് ടൈം ഈസ് ഓൾസോ എ പ്രീമിയം.
അപ്പോ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, വിനീതിന് 200 റെസ്പോണ്ടിങ് ക്ലയൻസിനെ കിട്ടണമെങ്കിൽ യു മൈറ്റ് ഹാവ് ടു റീച്ച് ടു മേ ബി 500 പീപ്പിൾ. 500 പേരിലേക്ക് എത്തിയാലായിരിക്കും 200 പേര് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. അതിൽ നിന്ന് 40 പേരായിരിക്കും. യു ഗോട്ട് ദി ഐഡിയ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പ്ലാൻ ചെയ്യാം. ഇനി വേറൊരു കേസ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സിൽ ഇതിന് ചെയ്യാൻ പറ്റിയത്, ഇപ്പോ ഒരു എക്സാമ്പിൾ ലീഡ് വൈസിലേക്കുള്ള ഒരു കൃത്യമായിട്ട് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇനീഷ്യലി നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമതായിട്ട് നമ്മുടെ സർവീസസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. മൂന്നാമതായിട്ട് നമ്മുടെ ബ്രോഷർ അയച്ചു കൊടുക്കും. നാലാമതായിട്ട് നമ്മുടെ ഒരു ഫ്രീ മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ട്, ഒരു ട്രയൽ റിപ്പോർട്ട് കൊടുക്കും. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, അത് ചെയ്തു കൊടുക്കും, ആൻഡ് ഇവഞ്ച്വലി ക്ലോസ്. ഇത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കസ്റ്റമേഴ്സിനെയും യൂണിഫോം ആയിട്ട് അറ്റൻഡ് ചെയ്യാനും ഒരു കൺഫ്യൂഷൻ അല്ലാതെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊസീജിയറിലൂടെ ആളുകളെ കടത്തിവിടാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾസോ, ഓരോ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ എ ഗുഡ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയറിൽ വരുന്നതാണ്. ആ സ്റ്റെപ്പിൽ നിങ്ങൾ ഓരോ ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കലൻലി പോലത്തെ, അല്ലെങ്കിൽ സംതിങ്, ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് വാട്സപ്പിലെ ക്വിക്ക് റിപ്ലൈ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ ലീഡ് വൈസ് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരാൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ, ഹലോ, ഇപ്പോൾ ലീഡ് വൈസിൽ എൻക്വയറി ഹാൻഡിൽ ചെയ്യുന്ന മോസിനാണ്, ഹലോ മൈസെൽഫ് മോസിൻ, ഹൗ മേ ഐ ഹെൽപ്പ് യു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മെസ്സേജ് നമ്മൾ ഓരോ ടൈമും എന്ത് ചെയ്യേണ്ട, ടൈപ്പ് ചെയ്യേണ്ട, പകരം ക്വിക്ക് റിപ്ലൈയിൽ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സെൻഡ് ചെയ്യാൻ പറ്റും. സോ സംതിങ് ലൈക്ക് ദാറ്റ്. അതൊക്കെ ഈ സിസ്റ്റം ആൻഡ് പ്രൊസീജിയറിൽ വരുന്നതാണ്. എനിത്തിങ് ദാറ്റ് ഹെൽപ്സ് യു വിത്ത് ആക്ഷൻ. നമ്മളൊരു ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ടന്റ് സീരീസ് പ്ലാൻ ചെയ്ത്, can we also call that? Yeah, that's some ചാറ്റ് ബോട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. ചാറ്റ് ബോട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്ത് വാട്സപ്പിലൂടെ ചാറ്റ് ബോട്ട് വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഓട്ടോ റിപ്ലൈ ചെയ്യാൻ പറ്റും കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. യെസ് അങ്ങനെ ചെയ്യാം. ഓട്ടോമാറ്റിക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ അതെല്ലാം ഈ പറയുന്ന സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ ആക്ഷനെ ഒന്നുകൂടി ഈസി ആക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. സോ ഹോപ്പ്ഫുള്ളി അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ പ്ലാൻ ഫോർ ചലഞ്ചസ്. ഇവിടെയാണ് ഒരുപാട് പേര് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്ലാൻ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും മിസ്സാക്കുന്ന ഒരു സംഭവം പ്ലാൻ ഫോർ ചലഞ്ചസ് ആണ്. നിങ്ങളുടെ ബിസിനസിന്റെ നേച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗോളിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അതിൽ വരാവുന്ന ചലഞ്ചസും ഒരു പരിധി വരെ ചിലതെല്ലാം നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റും. അതിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ അതും കൂടി ആ ചലഞ്ച് വരുമ്പോൾ യുൽ ബി റിയൽ സ്ട്രോങ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനും പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഗോൾ മേക്ക് 25 crores സെയിൽസ് ഇൻ 2025 എന്ന് സെറ്റ് ചെയ്തിരുന്നു. അതിന്റെ ഒരു ആക്ഷൻ ആയിരുന്നു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാന്നുള്ളത്. അതിൽ ഞാൻ കാണുന്ന ഒരു ചലഞ്ച്, എല്ലാ എംപ്ലോയീസും ചിലപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്നില്ല. സോ അതിനുള്ള ഒരു അഡീഷണൽ പ്ലാനിങ് നമ്മൾ ചെയ്യാണ്. ഇപ്പോൾ ഒരു ക്വാർട്ടറിൽ 4 ട്രെയിനിങ് ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ അറ്റ്ലീസ്റ്റ് 3 days അറ്റൻഡ് ചെയ്യണം, ഇല്ലാത്തൊരു ഇൻസെന്റീവ് കട്ട് ഓഫ്. So that motivates people to attend training. രണ്ടാമത്തെ അറ്റ്ലീസ്റ്റ് 70% സ്കോർ വേണം ഇവാലുവേഷൻ. സോ പീപ്പിൾ ആർ അറ്റൻഡീവ് ചെയ്യും, അറ്റൻഡീവും ആയിരിക്കും, ഉള്ളവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സെയിൽസ് സ്റ്റാഫിന് ഇൻസെന്റീവ് കൊടുക്കുക എന്നുള്ള ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ചലഞ്ചാണ് ക്വാളിറ്റി ഡ്രോപ്പ് ചെയ്യാം. സെയിൽസ് സ്റ്റാഫ് ഈ അഗ്രസീവ് ആയിട്ട് സെയിൽസ് ടാക്ടിക്സ് യൂസ് ചെയ്യും, എങ്ങനെയെങ്കിലും സെയിൽസ് ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാം വരുമ്പോൾ ക്വാളിറ്റി ഡ്രോപ്പ് ചെയ്യാം. മേ ബി ഫാൾസ് ആയിട്ടുള്ള പ്രോമിസസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, സെയിൽസ് ക്ലോസ് ചെയ്യാം. അത് പിന്നീട് കമ്പനിയെ റെപ്യൂട്ടേഷനെ ബാധിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോറും കൂടി ഈ ഇൻസെന്റീവിനോട് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഓരോ സെയിൽസ് കഴിഞ്ഞാലും മേ ബി കസ്റ്റമർ കോൺടാക്ട് ചെയ്ത് റിവ്യൂ ചോദിക്കാം. അങ്ങനെ കോൺസ്റ്റന്റ് ഫീഡ്ബാക്കും കളക്ട് ചെയ്യണം കസ്റ്റമേഴ്സിൽ. അപ്പോൾ ആ പറയുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഏകദേശം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് കാണാൻ പറ്റിയ ഒരു മുൻകൂട്ടി കാണാൻ പറ്റിയ ചാലഞ്ചസ് ആണ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ആണ്. So this could be a
ഗുഡ് തിങ് ടു ഡു. നിങ്ങൾ പ്ലാൻ ചെയ്ത സംഭവങ്ങളിൽ പാളാൻ ചാൻസ് ഉള്ള ഏരിയാസ് നിങ്ങളൊന്ന് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് അതിനുള്ള കുറച്ച് മെത്തേഡ്സും കൂടി അല്ലെങ്കിൽ മെഷേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. സോ നിങ്ങൾ കമന്റ് ബോക്സിൽ വരികയാണെങ്കിൽ ലൈക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ആക്ഷൻസിൽ ഇതുപോലെ ഒരു ഫോൾട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ഒന്ന് കമന്റ് ചെയ്ത് അതിനുള്ള നമ്മളുടെ ഒരു പ്ലാൻ എന്തായിരിക്കും എന്നുള്ളത് കൂടി ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റെപ്സ് കഴിഞ്ഞു. ആൻഡ് ബ്രീഫ്ലി നമ്മളിത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും അതുപോലെ എങ്ങനെ ഇത് ഫോളോ ത്രൂ ചെയ്യും അത് കൂടുതലില്ല, ജസ്റ്റ് ഒരു 5 minutes കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചാറ്റിലിടാം. I think I guess may not getting enough leads. ഓക്കെ, അതൊരു ചാലഞ്ചാണ്. അപ്പൊ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അതാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതൊരു പോസിബിൾ ചാലഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു പോസിബിൾ ഒബ്സ്റ്റക്കിൾ ആണ് നമ്മുടെ ഗോളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ എഫക്റ്റീവ് ആവാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ആണത്. സോ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അതാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ്. സോ ചാറ്റിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഹായ് അജ്വത്. ഹായ് അജ്വത്, ഹായ്. ഇപ്പൊ ഞാനതില് നമ്മളെ ആക്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ മന്ത്ലി ഒരു 10 projects അറ്റ്ലീസ്റ്റ് കൊണ്ടുവരണം എന്നായിരിക്കല്ലോ. ആണ് ബിസിനസ് ആയിരുന്നു ഞങ്ങളുടെ ആക്ച്വലി റൂഫിംഗ് പ്രൊഡക്ട്സ് ചെയ്യുന്ന ഒരു ഫേമാണ്. ഐ മീൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണ്. ബട്ട് ഇതിൽ സ്കെയിൽ കൺസ്ട്രക്ഷൻ അല്ല. മീൻ പറഞ്ഞ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ടെൻസൈൽ ഫാബ്രിക്, അതേപോലെ ഓട്ടോമേറ്റഡ് റൂഫ് പോലത്തെ മീൻ ബൾക്കായിട്ട് ഞാൻ പേർപ്പസ് കണ്ടിരുന്നു. ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ എത്തിക്കുക എന്നുള്ളത്. അതെ. അപ്പം മെറ്റൽ ഷീറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ പോളികാർബണേറ്റ് അങ്ങനത്തെ റൂഫിംഗ് അല്ല ആക്ച്വലി ചെയ്യുന്നത്, ഫാബ്രിക് റൂഫിംഗ് ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പ്ലസ് ഇതിന്റെ ഓട്ടോമേറ്റഡ് റൂഫ് ഒക്കെ ആണ്. അപ്പം സ്ക്വയർ ഫീറ്റ് ബൈ ഒക്കെ വരും, പെർ സ്ക്വയർ ഫീറ്റിനൊക്കെ കോസ്റ്റ് വരുന്നത്. അപ്പം ഇതിലിപ്പം നമ്മളൊരു 10 പ്രൊജക്ട്സുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ 10 പ്രൊജക്റ്റിൽ നമുക്ക് വരുന്ന ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം റെലവന്റ് ലീഡ്സ് ചിലപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രശ്നമായിട്ട് വരും. അതായത് പിന്നെ നമ്മളെ ലീഡ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതും ഈ പറഞ്ഞ 10 പ്രൊജക്റ്റിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ചാൻസസ് ആയിരിക്കുമല്ലോ. അതായത് അപ്പം നമ്മൾ അതിന് ചലഞ്ചസ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം മോർ ദാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൺവേർഷൻ റേറ്റിൽ വരുമ്പം ഒരു 10 കൺവേർട്ട് ആവണമെങ്കിൽ ഒരു 50 ഫോളോ അപ്സ് എങ്കിലും നമ്മൾ വന്ന്, അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ഫിഗേഴ്സിലേക്ക് നമ്മൾ എത്തിക്കണം എന്നായിരിക്കുമല്ലോ അല്ലെ ഇതിന്റെ നമ്മൾ അതിൽ കാണുന്ന പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ അതായിരിക്കുമല്ലോ അല്ലെ. ആക്ച്വലി അതില് ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാന്ന് പറഞ്ഞത്, ഇപ്പൊ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും, ഇത്ര ലീഡ്സ് എത്തണമെങ്കിൽ ഇത്ര പേരെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ. നേരത്തെ ഞാൻ വിനീതിന്റെ അടുത്ത് പറഞ്ഞ പോലെ 40 ആളുകളിൽ കോള് സെറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര ആളുകളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും. അത് നമ്മൾ ഓരോ മന്തിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ അടുത്ത മന്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അജ്വതിന് മേ ബി നമുക്കൊരു സോഷ്യൽ മീഡിയ ബഡ്ജറ്റ് വെച്ച് പറയാം. ഒരു ഒബ്വിയസ്ലി അജ്വതിന്റെ പ്രോഡക്റ്റ് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ മാർജിനും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ടാവും ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ. മേ ബി ഒരു മുമ്പത്തെ മന്തില് ലൈക് അജ്വത് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 5,000 സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ക്ലയന്റ് ക്ലോസ് ആവുന്ന രീതിയിലേക്കായിരുന്നു. പക്ഷെ അത് 6,000ലേക്ക് കയറി. അങ്ങനെയാണെങ്കിൽ അടുത്ത മന്തിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം, അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, ബഡ്ജറ്റ് കൂട്ടണം, അത്തരം കാര്യങ്ങളാണ് വരണ്ടേ. നൗ ദർ ഇസ് ലിറ്റിൽ യു ക്യാൻ ഡു. അത് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അത് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം വരേണ്ട ഒരു ഫീഡ്ബാക്ക് ആണ്. അതിന് നമുക്ക് ലിമിറ്റഡ് ആയിട്ടേ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലും പ്ലാൻ ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ ഒരു ആക്ഷൻസ് ചെയ്യുന്നില്ലേ, ആക്ഷൻസ് ഡിഫൈൻ ചെയ്തില്ലേ, അതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കാം. അവരെ എഫക്റ്റീവ് ആവാതിരിക്കുക, അതൊരു ആക്ഷൻ ആണ് ആ സെയിൽസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അതെ. അവരെ എഫക്റ്റീവ് ആവാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി, അതൊരു ചലഞ്ചാണ്. അതെ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക മന്ത്ലി എന്തായാലും റിവ്യൂ വേണം. ഓക്കെ, അതുപോലെ തന്നെ യു ഷുഡ് ഹാവ് മേ ബി 1 or 2 ഒരു ടീമിന്റെ ബാക്കപ്പ് കണ്ടുവെക്കാം, കാരണം ഒരു ബ്രേക്ക് ആവാൻ പാടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആ ഒരു ആക്ഷൻസിനെ ഫോക്കസ് ചെയ്തു, റിസൾട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചലഞ്ചസ് അല്ല, പകരം ആക്ഷൻസിനെ, ആ ഗോളിനെ നമ്മൾ ആക്ഷൻസ് ആയിട്ട് ചെയ്തല്ലോ, അതെ, അതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ചലഞ്ചസ് വരുമ്പോൾ പ്ലാൻ ചെയ്യും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. താങ്ക്സ്. So anything else? Can you explain OKR? Mohsin. OKR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഫുൾ ഫോം ഒന്ന് OKR ഫുൾ ഫോം എന്ന് പറയാൻ പറ്റും? I know the concept, just full form എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let me check. Objective key result. ബേസിക്കലി നമ്മള് ഓരോ ഏരിയാസിലും നമുക്ക് റിസൾട്ട്സ് ആണോ കീ റെസ്പോൺസിബിലിറ്റീസ് ആണോ? റിസൾട്ട്സ് ആണ്. ഐ തിങ്ക് സോ. അഗൈൻ ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ KPIs എന്ന് കേട്ടിട്ടുണ്ടോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അതിന് വളരെ സിമിലർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ബേസിക്കലി നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മളൊരു പെർട്ടിക്കുലർ ഗോൾ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ മെട്രിക്സസ് വേണം നമുക്കത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടൽ അവര് നല്ലപോലെ റൺ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ് ഒക്യുപ്പൻസി എന്ന് പറയുന്നത്. അത് ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിൽസ് മെഷർ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അതല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് കീ റിസൾട്ട് OKRസിൽ പെട്ടതാണ്. ഇതെല്ലാം മെഷർ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. അത് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. നമ്മളെ റവന്യൂ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ റീവിസിറ്റ്, അതായത് തിരിച്ചു വീണ്ടും വരും. ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചായിരിക്കും റീവിസിറ്റ് വരിക. അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ സ്കോർ എന്ന് പറയുന്നത് ഈ റേറ്റിംഗ് സ്കോർ ആണ്. അതുപോലെ നമ്മുടെ റവന്യൂ ടാർഗറ്റ് അച്ചീവ് ചെയ്യാമെന്ന് ഡേ ടു ഡേ നമുക്ക് നോക്കാൻ പറ്റിയ ഒരു പെർട്ടിക്കുലർ ഒരു മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ മെഷർമെന്റ് ആണ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിനൊക്കെ സംബന്ധിച്ചു ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള മെട്രിക്സസ് എന്ന് പറയുന്ന പേരാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാറുണ്ട്, ഒബ്ജക്റ്റീവ് കീ റിസൾട്ട്സ് എന്നൊക്കെ പറയാറുണ്ട്, OKR എന്നൊക്കെ പറയാറുണ്ട്. നൗ ഈ ഒരു പെർട്ടിക്കുലർ ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഈ പെർട്ടിക്കുലർ വെബിനാറിൽ ഓരോ ഏരിയാസിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മൈൽ സ്റ്റോൺസ് ആയിട്ടും അല്ലെങ്കിൽ ഗോള് സ്പെസിഫിക് ആക്കുക എന്നുള്ളടത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം ജാർഗൺസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ ദീസ് ആക്ച്വലി നമ്മൾ അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ ഹാവ് ബീൻ യൂസ്ഡ് ഇനി ജാർഗൺസ് ഓർ ഭയങ്കര സ്പെസിഫിക് ടേംസ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. സോ ഇത്രയുമാണ് നമ്മളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനിങ്ങിനുള്ള ഒരു 7 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഏരിയയിലാണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇത് ബാക്കി ഏരിയാസിലേക്കും കൂടി എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ 3 to 5 ഏരിയാസ് ആയിരുന്നു ഐഡന്റിഫൈ ചെയ്തിരുന്നത്. ഓരോ ഏരിയാസും ഇതുപോലെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലീഡ് വൈസിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം നിങ്ങൾ ചെയ്ത സംഭവം. ഇപ്പൊ നിങ്ങൾക്ക് അത്രയും ആളുകൾ കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തരാം. ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്. PPT ഗ്രൂപ്പിലിടാം, ഷുവർ. ആൻഡ് ലാസ്റ്റ്ലി 2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് നിർത്തട്ടെ. നിങ്ങളുടെ പേർപ്പസും പ്ലാൻസും നിങ്ങൾ ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിങ്ങൾ പേർപ്പസ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
ഇപ്പൊ ഗൂഗിൾ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, സെർച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പേർപ്പസ്. അല്ലെങ്കിൽ ആപ്പിൾ ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ ഓരോ ബ്രാൻഡുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സോ യുവർ പേർപ്പസ് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അതിന് സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, ബ്രോഷർ, അഡ്വർടൈസ്മെന്റ് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. എംപ്ലോയീസിന്റെ അടുത്ത് നിങ്ങൾ എസ്പെഷ്യലി കീ എംപ്ലോയീസിന്റെ അടുത്ത് ബോത്ത് യുവർ പേർപ്പസ് ആൻഡ് പ്ലാൻസ് അത് കോൺസ്റ്റന്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എസ്പെഷ്യലി പേർപ്പസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഫിസിക്കലായിട്ട് പോസ്റ്റർ അടിച്ചു വെക്കാം, ഇതിനാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്നത്, ഇതാണ് അവർ പേർപ്പസ്. മീറ്റിംഗ്സിൽ എപ്പോഴും അത് പറയാം, ഡയറക്റ്റ് ടോക്സിൽ അത് പറയാം. കോൺസ്റ്റന്റ് ആയിട്ട് അവരെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ദേ ഓൾസോ നോ നമ്മൾ എങ്ങോട്ടാണ് ഹെഡ് ചെയ്യുന്നത്. ഇതിനെ ഫോളോ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പാലിക്കുക. ക്ലിയർ ടാർഗറ്റ്സ് വേണം നിങ്ങളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നേരത്തെ നമ്മൾ മൈൽ സ്റ്റോൺസ് ആയിട്ട് വെച്ചിരുന്നത്. ഇവൻ അതിന്റെ തന്നെ വേറെ ടേംസ് അല്ലെങ്കിൽ വേറെ വേർഷൻസ് ആണ് OKR അല്ലെങ്കിൽ ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ആ ഇൻഡിക്കേറ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെയാണോ പോകുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ്ലി നിങ്ങളുടെ ഗോൾസും പ്ലാൻസും എവറി മന്ത് അല്ലെങ്കിൽ മന്തിലും ക്വാർട്ടറിലും നിങ്ങൾ ബാക്ക്വേർഡും നോക്കണം, ഫോർവേഡും നോക്കണം. ബാക്ക്വേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ അച്ചീവ് ചെയ്തോ ഇല്ല നോക്കണം, ഫോർവേഡ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണോ എന്നുള്ളത് നോക്കാം. സോ ദിസ് ഇസ് ഹോൾ നമ്മുടെ ഒരു വെബിനാറിന്റെ ഹോൾ കണ്ടന്റ്സ് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Now questions and feedbacks. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അതുപോലെ സെഷന്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്. നൗ നിങ്ങളാണ് ചോദിക്കേണ്ടത്, നിങ്ങളാണ് പറയുന്നത്. ബെറ്റർ ഇഫ് നിങ്ങൾ മൈക്കിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ഇൻസ്റ്റെഡ് ഓഫ് ചാറ്റ്. Shiju here. Hi. First of all, thank you so much for conducting goal setting seminar. ബേസിക്കലി ഇത് വളരെ റെലവെന്റ് ആയിരുന്നു. ഇതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടി വരും. പലതും കോർ പർപ്പസും മെയിൻ ആയിട്ടുള്ള വിഷനും മാത്രം സെറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ബാക്കിയുള്ളതും അറിഞ്ഞറിയാതെ ഒന്നും പേപ്പറിലാക്കിയിട്ടില്ല, അതാണ് ഒരു മെയിൻ ഇഷ്യൂസ്. സോ അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് സെഷനിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനൊരു സൊല്യൂഷൻസ് ഉണ്ടാക്കാം. ഓക്കെ, നെക്സ്റ്റ് മൺഡേ ആണ് നമ്മുടെ ഫോളോ അപ്പ് സെഷൻ വരുന്നത്, 6th January. ടൈമും അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്തു വരാം, ഡു ദ തിങ്സ്. അതിന് വേണ്ട സപ്പോർട്ട് പേഴ്സണൽ ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഗ്രൂപ്പിൽ ഇടാം. ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡിങ്, ഇതിന്റെ മെറ്റീരിയൽ, കുറച്ച് എക്സാമ്പിൾസ്, കൂടുതൽ എക്സാമ്പിൾസ് എല്ലാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. I'll do one more thing. ഇത് ഒന്നുകൂടി പേഴ്സണൽ ലെവലിലുള്ള കുറച്ച് ഗോൾസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു എക്സാമ്പിൾസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. Thank you very much for your feedback. Anything else? ഫീഡ്ബാക്കും പറയാം, ക്വസ്റ്റ്യൻസ്. ജുനൈദ്, വളരെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. ബട്ട് വളരെ വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ മൂസിനുമായിട്ടും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫേമിന് വേണ്ടിയിട്ട് കുറച്ചു നേരം ഇരുന്നിരുന്നു, സംസാരിച്ചിരുന്നു. മൂസിൻ കുറേയേറെ ഹെൽപ്പ് നമുക്ക് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇപ്പൊ ജുനൈദിന്റെ സെഷനിലും കൂടി ഇരുന്ന സമയത്ത് എന്തായിരുന്നോ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരുപാട് ഗ്യാപ്പ് ഫില്ല് ആവുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ബട്ട് നേരത്തെ സംസാരിച്ച ഫ്രണ്ട് ഷിജിക്സൺ പറഞ്ഞ പോലെ വിൽ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് ആസ് വെൽ. അപ്പോ വളരെ ഹൈലി വാല്യൂബിൾ ആയിരുന്നു ഈ സെഷൻ. ഇപ്പോൾ മൂസിന്റെ കൂടെയും ഈ മൂസിന്റെ ഹെൽപ്പും ജുനൈദിന്റെ സെഷനും ഇറ്റ്സ് ലൈക്ക് ഞങ്ങളുടെ ഒരു ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ഒരു പ്രൈസ് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു വാല്യൂ ഉള്ള സെഷൻ ആയിരുന്നു. എത്ര ഡിപ്പെൻഡിങ് ഓൺ ദ വാട്ട് ബിസിനസ് യു ആർ ഡൂയിങ്, ഡിപ്പെൻഡിങ് ഓൺ യുവർ ടേൺ ഓവർ, ഡിപ്പെൻഡിങ് ഓൺ യുവർ റവന്യൂ, this can mean like a difference of lakhs or crores. So atrayum valuable aayirunnu. Thank you so much for sharing so much value in this session. Thank you for your kind words. Thank you. അജ്വദ് എന്തോ പറയാൻ വന്നിരുന്നു. ഹായ്. ഐ മീൻ സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഈ അൺഫോർച്ചുനേറ്റ്ലി ഇന്നാണ് ഇത് കണ്ടിട്ടുള്ളത്. ബിസിനസ് പ്ലാൻ ഇങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ
അത് അപ്ലൈ ഇന്നലെയാണെന്ന് തോന്നുന്നു. അപ്പൊ അത് ഇങ്ങനെ അപ്ലൈ ചെയ്താണ്. അപ്പൊ ഓക്കെ ഞാനത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങളെ ഒരു സോറി ഒരു കോൾ വന്നാണ്. അപ്പോ ഓക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് വളരെ പ്രസന്റേഷൻ വൈസ് അത് പിന്നെ നിങ്ങൾ അതിന്റെ ഉപയോഗിച്ചിട്ടുള്ള ക്ലിപ്സ് ആയിക്കോട്ടെ ഭയങ്കര സിമ്പിൾ ആണ് ആക്ച്വലി. പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സാധാരണ ഞാനിത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ചാറ്റ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല എന്റെ സ്വഭാവം വെച്ചിട്ട്. അതായത് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസും പിന്നെ അതിനോടുള്ള നമ്മളെ അറിയാലോ. പക്ഷെ ഇത് ഞാൻ വളരെ എനിക്ക് തന്നെ തോന്നി ഞാനൊരു 70% ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ട് പേഴ്സണലി. അപ്പോ എൻഡ് ഓഫ് ദ ഡേ അത് നിങ്ങളെ പ്രസന്റേഷനും പ്ലസ് നിങ്ങളാ ഒരു വേ ഓഫ് അത് എങ്ങനെയാണ് അതിന്റെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള പവർ പോയിന്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അത് കംപ്ലീറ്റ്ലി നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം യൂസ്ഫുൾ ആണ് എന്തായാലും നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനും. കാരണം എല്ലാവരും ഓരോ പ്രോബ്ലത്തിൽ കൂടി പോണ ആൾക്കാർ തന്നെ ആണല്ലോ. അപ്പൊ പിന്നെ നിങ്ങളെ ലീഡ് വൈസ് ആണോ? അത് ശരിക്കും എന്താണ് ആക്ച്വലി അതിന്റെ വർക്കിംഗ്സ് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന 2 സർവീസസ് ആണ്. അത് മാർക്കറ്റ് റിസർച്ച്, അതായത് ഇപ്പോ നിങ്ങളുടെ ബിസിനസ് റൂഫ് ടോപ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ട കുറെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ പ്ലാൻ ആൻഡ് മേക്ക് സ്ട്രാറ്റജീസ് ബെറ്റർ, ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു കസ്റ്റമർ റേഞ്ച് എന്താണ്, അതുപോലെ അവരിപ്പോ ഉപയോഗിക്കുന്ന ആൾട്ടർനേറ്റീവ് പ്രൊഡക്ട്സ് എന്താണ്, കോമ്പറ്റീറ്റേഴ്സ് എത്രത്തോളം ഉണ്ട്, അവരുടെ ഓഫറിങ്സ് എന്താണ്, സ്ട്രാറ്റജീസ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ, അനലൈസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരാനും പറ്റും. സോ ദാറ്റ്സ് വൺ സർവീസ് വി ഡു. സെക്കൻഡ് ആയിട്ട് അതിന് ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഇത്തരത്തിൽ ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്തൊരു സ്ട്രക്ചറലി നിങ്ങൾക്കൊരു പ്ലാനും അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ തരാൻ പറ്റും. ദീസ് ആർ 2 സർവീസസ് വി ആർ ഫോക്കസിങ് മെയിൻലി ഓൺ. സ്ട്രാറ്റജിക് ബിസിനസ് പ്ലാനിങ്. അതെ സർ, ഇത് ഇന്ത്യ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, ഗൾഫ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആസ് ഓഫ് നൗ ഇന്ത്യ ആണ്. ഈ മാർക്കറ്റ് റിസർച്ചിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുള്ള ലിമിറ്റേഷൻ ഉള്ളത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സോ ഫോർ നൗ ഇന്ത്യയിൽ നമുക്ക് എവിടെയും റീച്ച് ചെയ്യാൻ പറ്റും, മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ആയിട്ടില്ല. അതായത് നമ്മളൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് നമ്മളൊരു ബിസിനസ് ഇന്നൊരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അതിന്റെ ഒരു സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്, അത് അവിടെ എത്രത്തോളം ഫീസിബിൾ ആണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആവുമോ എന്നൊക്കെ ഉള്ളതിന് മുമ്പായിട്ട് നമുക്ക് നിങ്ങൾ അതിനെ മാർക്കറ്റ് എന്താണ്, ആളുകളെ ഒരു പ്രിഫറൻസ് എന്താണ്, ട്രെൻഡ് എന്താണ് എല്ലാം പറഞ്ഞു നമ്മളുടെ ഒരു കൃത്യമായിട്ടുള്ള അതിന്റെ ഡാറ്റ അടക്കം നമുക്ക് പാസ് ഓൺ ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയതെന്നൊക്കെ നമുക്ക് പറഞ്ഞു. സോ അത് ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും പുതിയ ലൊക്കേഷനിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഏതൊക്കെ സെഗ്മെന്റ് നമ്മൾ ടച്ച് ചെയ്യുന്നത്? നമ്മൾ മെയിൻ ആയിട്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബേക്കറീസ് പോലത്തെ സംഭവങ്ങളുണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. നമുക്ക് ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണ് നമുക്ക് ചെറിയ ചലഞ്ച് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ അയൺ ഓർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ഹാർഡ് മെറ്റീരിയൽസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാസ്റ്റിക് അങ്ങനത്തെ ഇൻഡസ്ട്രീസ് നമുക്ക് ചെയ്യാൻ ലിമിറ്റേഷൻ ഉള്ളത്. അതർവൈസ് കൺസ്യൂമർ ഗുഡ്സ് അതുപോലത്തെ ഫ്രണ്ട് എൻഡിലുള്ള അധികം ബിസിനസ്സസും നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ടു നമ്മളുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓരോ പ്രൊജക്ടിനും ഓരോ എക്സ്പേർട്സ് ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക ആ ഒരു ഇൻഡസ്ട്രിയിൽ. സോ വി ഈവൻ പേ ദം ടു ഗിവ് us ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട്, ആൻഡ് വി ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ചെയ്യാറ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ ദി എക്സ്പേർട്സ് ഇൻ എവറി ഇൻഡസ്ട്രി, വി ബ്രിങ് ഇൻ എക്സ്പേർട്സ് ഇൻ റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്നിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യാറ്. സോ എനി ക്വസ്റ്റ്യൻസ്, ഫീഡ്ബാക്ക്? ഞാനൊരു ഫീഡ്ബാക്ക് പറയണമെന്ന് വിചാരിച്ചിരുന്നു. ലൈക്ക് അഗെയിൻ അത് അജ്വദിനോടുള്ളൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. ലൈക്ക് ദ വേ യു ഡിസ്ക്രൈബ്, നിങ്ങളുടെ ഒരു പേർപ്പസ് ഡിസ്ക്രൈബ് ചെയ്ത് വളരെ എന്താ പറയാ ആ ഒരു
നിങ്ങളുടെ ഓഫറിങ്ങിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു നിങ്ങൾ പറഞ്ഞ പേർപ്പസ് ടു ബ്രിങ് ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ്, ഈ റൂഫ് ടോപ്പ് പ്രൊഡക്ട്സ് ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് കൃത്യമായിട്ട് അലൈൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. മൂവിങ് റൂഫ് ടോപ്പ് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ്. അത് അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. മുമ്പ് എനിക്കൊരു കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത്, മുമ്പ് ഞാൻ റൺ ചെയ്തിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുക്കേണ്ടി വന്നു. ലൈക്ക് ആൻഡ് വി വർ ഹാവിങ് എ ബിറ്റ് ഓഫ് ക്യാഷ് ക്രഞ്ച്. അപ്പൊ അവിടെ ട്രെയിനിങ് കൊടുക്കണം, അതിന് സ്പെൻഡ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. പക്ഷെ ആ ഡിസിഷൻ എനിക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റി. യെസ് എന്നുള്ളതായിരുന്നു ആ ഡിസിഷൻ. ബിക്കോസ് നമ്മുടെ ഒരു പേർപ്പസിൽ പെട്ടതായിരുന്നു എംപ്ലോയി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു ലേണിംഗ് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പേർപ്പസിൽ പെട്ടതായിരുന്നു. അപ്പൊ അതെപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും, പേർപ്പസ് ലീഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പേർപ്പസിനെ ലീഡ് ചെയ്യാൻ, പേർപ്പസിനെ ഒരു ഡയറക്ഷൻ ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് അസ്. നമ്മുടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും, നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും വളരെയധികം പെട്ടെന്ന് പറ്റും നമുക്ക്. സോ ദാറ്റ് ഇസ്, അതുകൊണ്ടാണ് ഇതിൽ അത്ര ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഞാൻ വിളിച്ചത്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ സെൻസ് ഓഫ് പർപ്പസ്. അതുപോലെ തന്നെ വിനീത് വാസ് വെരി തോന്നിയതും നിങ്ങളാ ഐ മീൻ വാട്സപ്പിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ എന്താണ് പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പൊ ശരിക്ക് ആക്ച്വലി തൃശ്ശൂർ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കാണുന്നത്. അപ്പൊ ഞാനത് നോക്കിയപ്പം കറക്റ്റ്ലി അല്ല, നമ്മളൊക്കെ കറക്റ്റ് ഒരു വിഷൻ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് നമ്മളെ മലയാളത്തിൽ നമ്മളെ മനസ്സിലെപ്പോഴുള്ള ഒരു സാധനമാണ്, ഇതായിരിക്കണം, ഇങ്ങനെ സാധനങ്ങളായിരിക്കും വരേണ്ടതെന്നുള്ളത്. അപ്പൊ അത് പക്ഷെ നിങ്ങൾ പറയുമ്പം നമുക്ക് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോഴാണ് അത് മനസ്സിലാവണത്. കാരണം എന്റെ ഫേമിന്റെ പേര് ടെൻസ് & ഷെയ്ഡ്സ്. അപ്പൊ എനിക്കുള്ള 2 സ്ഥാപനങ്ങളും നമ്മൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പേരിലൂടെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നമുക്കൊരു ഇമ്പോർട്ടൻസ് ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. മീൻ ഒരു സ്ഥാപനം റൂഫ് മേക്കേഴ്സ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ കമ്പാരിറ്റീവ്ലി അത് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അത് നമ്മളെ പണി എന്നുള്ളത് അതിൽ കമ്മ്യൂണിക്കേറ്റ് ആവണം. പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ വരണം. ഇത് ടെൻസ് & ഷെയ്ഡ്സ് ആണ് മെയിൻലി. ഈ ടെൻസൈൻ ആൻഡ് റൂഫ് ഷെഡ്സ് ഒക്കെയാണ് ഇതിൽ മെയിൻ നമ്മൾ ചെയ്യുന്നത്. സോ വൺ ഓഫ് ദ, നമ്മള് ഇത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല, എന്റെ ഒരു കോർ മെസ്സേജ് ഇതായിരുന്നു പേർപ്പസിനെ കുറിച്ച്. എല്ലാവരും പേർപ്പസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വേൾഡ് ക്ലാസ് പേർപ്പസ് വെക്കണം എന്നൊക്കെ പറയുമായിരുന്നു, ലൈക്ക് ചിന്തിക്കും. ഞാൻ ഇത് പേർപ്പസ്ഫുള്ളി വെച്ചൊരു സ്ലൈഡ് ആയിരുന്നു. നമുക്ക് ചെറിയൊരു കമ്മ്യൂണിറ്റിനെ സെർവ് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് വരെ ഒരു കോർ പേർപ്പസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ വെരി ബിഗ് പോയിന്റ്. ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട്. ജുനൈദ്, ശരിക്കും ആ ഒരു ഫസ്റ്റ് സ്ലൈഡ് വേങ്ങരയിലുള്ള ബേക്കറി അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ദാറ്റ് വാസ് എ മോസ്റ്റ് എംപവറിംഗ് പോയിന്റ് ഓഫ് ദ വെബിനാർ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ലിബറേറ്റ്സ് ആ സോൾ. നമുക്ക് എല്ലാവർക്കും പിന്നെ നമ്മുടെ പർപ്പസിനകത്ത് എഴുതാൻ പറ്റുന്നത് നമ്മൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള പർപ്പസ് ആദ്യം എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ടാണ്. അതർവൈസ് പർപ്പസ് എന്ന് പറയുന്നത് എപ്പോഴും ആളുകളെ ഇറ്റ്സ് കെയർസ് പീപ്പിൾ, ആളുകളെ പേടിപ്പിച്ച് ഓടിപ്പിക്കുന്ന. എന്നിട്ട് സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മളേതെങ്കിലും കോപ്പി റൈറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് വളരെ മനോഹരമായ ഒരു 2 വരി ഇംഗ്ലീഷിൽ കടിച്ചാൽ പൊട്ടാതെ ഇംഗ്ലീഷിൽ പർപ്പസ് എഴുതി ഭിത്തിയിൽ ഒട്ടിക്കും. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. അപ്പൊ ഇത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒന്നാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നാണ് എന്നുള്ള സാധനം, അതാണ് വേണ്ടത് എന്നുള്ള സംഗതി. ദാറ്റ് ഈസ് പവർഫുൾ. ഐ തിങ്ക് ഈ പർപ്പസ് മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പൊ നമ്മൾ എത്ര ഹാർഡായിട്ട് മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് ട്രാൻസ്ഫർ ആവില്ല. അബ്സല്യൂട്ട്ലി. അതില് നമുക്ക് കൃത്യമായിട്ടുള്ള ഡിറക്ഷൻ നമുക്ക് തന്നെ കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു ABC ബേക്കറിയുടെ ഒരു എക്സാമ്പിൾ എടുത്താൽ തന്നെ ദർ ആർ ഫ്യൂ എലമെന്റ്സ് ദാറ്റ് ഗൈഡ്സ് ദം. ഒന്ന് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് വൈസും ക്വാളിറ്റി വൈസും കുക്കീസ് ആൻഡ് സ്നാക്സ്. വേറെ ഒന്ന് ഹാംഫുൾ കെമിക്കൽസും അഡിറ്റീവ്സും അവർ ഉപയോഗിക്കില്ല. സോ ദാറ്റ് ഈസ് ഒരു സ്ട്രോങ് പോയിന്റ് ആണ് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് പർപ്പസ് ആക്ച്വലി അത് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ പല കേസിലും നമുക്ക് തരും. ആൻഡ് ദാറ്റ് ഈസ് വെരി എംപവറിംഗ്. സോ let us wind up for today.
ആൻഡ് ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മുടെ ഒരു പ്ലാൻ. ഇതിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ നമുക്ക് മനസ്സിലാവാത്ത ഞാൻ ഈ ഒരു വെബിനാറിൽ ചെയ്ത അതേ ഒരു അപ്രോച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ജാർഗൻസ് ഒക്കെ വരുന്ന സംഭവങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി അല്ലെങ്കിൽ 2 weeks കൂടുമ്പോഴെങ്കിലും വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഡു ഫോളോ ദ ഗ്രൂപ്പ്, വിൽ ഗ്രോ ഇറ്റ് ആസ് എ കമ്മ്യൂണിറ്റി ആൻഡ് സ്പ്രെഡ് ദ വേർഡ്സ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ള ആളുകളൊക്കെ കൊണ്ടുവരാം. സോ ലെറ്റ്സ് ഹാവ് എ എന്താ പറയുക വളരെ ക്രിയേറ്റീവ് ആയിട്ടും അതുപോലെ നോളജ് ഷെയർ ചെയ്യുന്ന ഒരു സ്പേസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു ഓൾ ഫോർ അറ്റൻഡിങ്. ഇറ്റ് വാസ് എ ലൈക്ക് ഒരു സ്മോൾ ക്രൗഡ് ആയിരുന്നു, ബട്ട് വെരി നൈസ് ക്രൗഡ്. താങ്ക് യു ഓൾ. So we'll meet again Thank on you. 6th of Jan as a follow-up session. അതിൽ കൂടുതൽ നിങ്ങൾ ടോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സോ ലൈക്ക് ഐ എം എക്സ്പെക്ടിങ് ഫോർ യു ടു ടോക്ക് മോർ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പോലെ അന്ന് ഇപ്പോൾ വിനീത് പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നും കൂടി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനും എനിക്കും കൃത്യമായിട്ട് മറുപടി പറയാനും പറ്റും. ഐ പോസ്റ്റ് മോർ റിസോഴ്സസ് ഇൻ ദ ഗ്രൂപ്പ് ഓൾസോ. Thank you all. Thank you so much. Bye. Thank you. Bye. Bye. Thank you. You're welcome. Bye.